ജീവനുള്ളതൊക്കെയും കരങ്ങളടിക്കട്ടെ. മരിച്ചതെല്ലാം വീട്ടിൽ പോകട്ടെ. ജീവനുള്ളതൊക്കെയും കരങ്ങളടിച്ച് ആർക്കപ്പെട്ട കുഞ്ഞാടിന് ജോർസെ താലി ബജായിए. Come on, come on, come on. सारे जगह से अच्छा हिंदुस्तान हमारा. जोर से और जोर से. Oh God. ലോകത്തിൽ മറ്റേത് ഗ്രൗണ്ടിലും ഏത് ഓഡിറ്റോറിയത്തിലും ആയിരിക്കുന്നതിനേക്കാൾ ഞാൻ കളിച്ചു വളർന്നതായി ഈ ഗ്രൗണ്ടിൽ നിൽപ്പാൻ ദൈവം ഒരിക്കൽ കൂടെ ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ദൈവത്തിന് മുൻപിൽ ഒന്നും അല്ലാതെ ഈ രാത്രി ഞാൻ എന്നെ താഴ്ത്തുകയാണ്. എത്ര വലിയ പദവി, എത്ര വലിയ കൃപ. നമ്മൾ ആരും നിന്നതല്ല. നമ്മൾ ചത്തുപോകുമെന്ന് വിചാരിച്ചതാ. ഞാൻ വിചാരിച്ചതാ. പലതും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു. ഇറ്റ്സ് എ എൻഡ്. എൻ്റെ ബ്രദർ സുജിത്ത് എന്നെ പഠിപ്പിച്ചു, ഇറ്റ്സ് നോട്ട് എൻ എൻഡ്, ഓൾവേസ് ഇറ്റ് ഈസ് എ ബെൻഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് അവസാനമല്ല. അവസാനമെന്ന് പറയുന്നതിനെ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകളാക്കി തീർക്കുന്ന കർത്താവ്. ആരോടാ ഞാൻ പ്രവചിച്ചത്? അവസാനമെന്ന് പറയുന്നതിനെ വഴിത്തിരിവുകളാക്കി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ചെയ്യുന്നവരായ ദൈവം. ഈ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ആദ്യ ദിവസം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കഴിഞ്ഞതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫസ്റ്റ് എം എ വർഗീസിൻ്റെ ആശംസയിൽ ഞാൻ കേട്ടു, ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ആരംഭിച്ചത് പടർന്ന് പന്തലിച്ച്. ഞാനിങ്ങനെ പറയട്ടെ, പ്ലാവിൻ്റെ ചുവട്ടിൽ ദൈവം നട്ട മുന്തിരിവള്ളി പടർന്ന് ശത്രുവിന്റെ മതിലുകളെയും വേലിക്കെട്ടുകളെയും പൊളിച്ച് പന്തലിച്ച് ഇത്രത്തോളം ദൈവം സഹായിച്ചെങ്കിൽ നമ്മൾ കണ്ടതല്ല, വലുത് കാണുവാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ വലിയ ദൈവപ്രവൃത്തി കർത്താവ് തുടർന്നുള്ള നാളുകളിൽ വർഷങ്ങളിൽ ചെയ്യുമാറാകട്ടെ. പാസ്റ്റർ സിംസൺ സുന്ദരരാജ് ഇന്ന് രാത്രി അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ സി യേശുദാസ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ പാസ്റ്റർ സതീഷ് നെൽസൺ, മറ്റെല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഓ സ്തോത്രം. കർത്താവുണ്ടെങ്കിൽ എല്ലാം നടക്കുക. ഇന്ന് രാത്രി യേശു ഇവിടെയുണ്ട്. ആമേൻ. കേട്ടില്ല? ഇന്ന് രാത്രി യേശു ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞ്. നമ്മൾ വരുന്നതിന് മുൻപേ കർത്താവ് ഇവിടെ വന്നു കഴിഞ്ഞു. തിബരിയാസ് കടൽക്കരയിൽ നടന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. യേശു നിങ്ങളെ തൊടുവാൻ പോകുന്നു. കമാൺ. യേശു നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഈ ഗ്രൗണ്ടിനകത്ത് മാത്രമല്ല, ഈ ജില്ലയിൽ, ഈ സംസ്ഥാനത്തെ, തെക്കൻ തമിഴ്നാടിനെ ഒക്കെ ഈ മീറ്റിംഗ് സ്വാധീനിക്കാൻ പോകുന്നു. And especially I'm so thrilled to hear about some of the North Indian brothers, those who are here. And how many non-Malayalis here? Let me see your hand. How many Hindi log hai? Hindi log, Hindi log, Hindi log, Hindi log, Hindi log, Hindi log. I greet you all in the matchless name of Jesus. Even though I'm a Malayali, most of the time I'm not preaching in the 14th district of Kerala, but most of the time I'm traveling in various parts of 19 states of India. So thank you so much being the part of this great move of God. Hallelujah. There are hundreds and hundreds of prophecies I heard with my own ears. Yes, the revival fire that will be gushing from the south and that will be merging towards the north. Hallelujah. That is what it is happening tonight. Hallelujah. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. കഴിവുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. കഴിവുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളെ ഉയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി, ആധരങ്ങളെ തുറന്ന് ഓ വായു തുറന്ന് അന്യഭാഷകൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്. കമോൺ. അന്യഭാഷകളിൽ, മലയാളത്തിലല്ല, സ്തോത്രം. അന്യഭാഷകൾ ദൈവത്തോട് സംസാരിച്ചാട്. കമോൺ. जोर से अन्य भाषा मेरे, जोर से अन्य भाषा में प्रार्थना कीजिए. हालेलुया. अनोख प्यार
तेरा करूंगा स्तुति तेरी में सर्वदा अनोखा प्यार है तेरा करूंगा स्तुति तेरी में सर्वदा अनोखा प्यार है तेरा करूंगा स्तुति तेरी में सर्वदा अनोखा प्यार है तेरा करूंगा स्तुति तेरी में सर्वदा മോചനം വീണ്ടും ജനനവും നീച്ച പാപിയെന്നിൽ വസിപ്പാൻ നിന്റെ പാപിന്റെ ദാനവും നീ ഇതൊന്നു സ്വർഗാനുഗ്രഹങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ കരങ്ങളെ ശബ്ദമുയർത്തി മോചനം വീണ്ടും ജനനവും നീച്ച പാപിയെന്നിൽ വസിപ്പാൻ നിന്റെ പാപിന്റെ ദാനവും നീ ഇതൊന്നു സ്വർഗാനുഗ്രഹങ്ങളോ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിച്ച് നല്ലവനും വിശ്വസ്തനുമാക്കുമാറാത്തവനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല യോഗത്തിന്റെ ഒന്നാമത്തെ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന വാഗ്ദത്ത പ്രകാരം അവിടെ ഈ രാത്രി സ്വർഗം ചായ്ച്ച് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സിനായിൽ ഇറങ്ങി വന്ന കർത്താവ്, കർമ്മേലിൽ ഇറങ്ങി വന്ന കർത്താവ്, സിയോൻ മാളികമുറിയിൽ ഇറങ്ങി വന്ന കർത്താവ്, പത്മോസിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് രാത്രി ഈ ജനത്തെ വെറുങ്കയായി വിടാതെ വണ്ണം അങ്ങയുടെ വിലയേറിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനമായ കർത്താവിന്റെ വചനവും പ്രവൃത്തിയും പെയ്തിറങ്ങുന്ന മഴ പോലെ മഞ്ഞു പോലെ ഒരിക്കൽ കൂടെ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം, നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം, നുകങ്ങളെ തകർക്കുന്ന അഭിഷേകം വിശ്വസിക്കുന്ന ഈ ജനത്തിന്മേൽ ഒരിക്കൽ കൂടെ വ്യാപരിക്കട്ടെ. ആരൊക്കെയാണ് ആധരങ്ങളെ തുറന്ന് ആരാധിക്കുന്നത്, ആരൊക്കെയാണ് ആധരങ്ങളെ തുറന്നങ്ങെ സ്തുതിക്കുന്നത്, അവിടെ മേൽ ഇന്ന് രാത്രി മഹത്വമേകം ഇറങ്ങി വരുമാറാകട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നരുളി ചെയ്ത ദൈവപുത്രനായ മെസ്സിയായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ദേശാധിപതി ശക്തിയെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. വലിയ ദൈവകൃപ ഈ ആരംഭ രാത്രിയിൽ തന്നെ കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോ കുറയണം, അങ്ങ് ഞങ്ങളിൽ വളരണം. അങ്ങയുടെ നാമം ഈ രാത്രി മഹത്വമെടുക്കണം, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ.
ദയവായി ഒരു ഉപകാരം ചെയ്യുക. നിൽക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകത്തിലേക്കും പുതിയ നിയമത്തിലെ ആദ്യ പുസ്തകത്തിലെ നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം അതേ 41-ാം അധ്യായം അതിന്റെ 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങളും, മത്തായി സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള 14 വാക്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒരു ഉപകാരം ചെയ്യണം. കയർ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ ഒരുമിച്ച് വായിക്കുവാൻ പോകുകയാണ്. നമ്മൾ ഒരുമിച്ച് വായിക്കുവാൻ വേണ്ടി പോകുന്നു. ജനറൽ ബോഡിയിലും കമ്മിറ്റിയിലും ഒക്കെ ശബ്ദമിടുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് വായിപ്പാൻ വേണ്ടി പോകുന്നു. ആരൊക്കെ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ല അവരുടെ നാണിച്ച് തല താഴ്ത്തുന്നത് നോ പ്രോബ്ലം. നാളെ ബൈബിൾ കൊണ്ടുവന്നാൽ മതി. സ്തോത്രം. ആമേൻ. കടന്നു വന്നാട്ടെ. ഈ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 41-ാം അധ്യായം 50, 51, 52. ജെനസിസ് ചാപ്റ്റർ 41. ആദിയാഗമം. ഓ സ്തോത്രം. അതെ, ജെനസിസ് ചാപ്റ്റർ 41 വേഴ്സസ് 50 to 52. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 50 മുതൽ താഴേക്ക്. ക്ഷാമകാലം വരും മുമ്പേ യോസെഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവന് ഓനിലെ പുരോഹിതനായ പൊത്തിഫറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. ശബ്ദമുയർത്തി വായിച്ചു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസെഫ് തന്റെ ആദ്യ ജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. കടന്നു വന്നാട്ടെ. മത്തായി സുവിശേഷം 18-ാം അധ്യായം Gospel of Saint Matthew chapter 18 verses 21 to 35. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടലിൽ ആക്കിച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ച് ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അതെ, അവസാന വാക്യം 35 വാക്യം, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ. അർത്ഥം, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വലതോ ഇടതോ നിൽക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം ക്ഷമിക്കുന്നവനാണ്. പറഞ്ഞാട്ടെ, ദൈവം ക്ഷമിക്കുന്നവനാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനോട് പറഞ്ഞേ. ഇപ്പോ ഇനി ഇഷ്ടമില്ലാത്ത ആളിനോട് പറഞ്ഞാട്ടെ, ദൈവം ക്ഷമിക്കുന്നവനാണ്. പറഞ്ഞേ. മറ്റേ ആളിനോട് പറ, ഇടതുവശത്ത് നിൽക്കുന്ന വലതുവശത്ത് നിൽക്കുന്ന മറ്റേ ആളിനോട് പറ, ദൈവം ക്ഷമിക്കുന്നവനാണ്. എന്നോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് ദൈവദാസൻ പറഞ്ഞപ്പോൾ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ I heard the small still voice of the Lord whispering in my ear two titles today and tomorrow, which I am going to divide and interpret from the word of God. God who forgives and God who honors. ക്ഷമിക്കുന്ന ദൈവം, 2 മാനിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ക്ഷമിക്കുന്ന ദൈവം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവം ആരാണ്? ക്ഷമിക്കുന്ന ദൈവം. കേട്ടില്ല? ക്ഷമിക്കുന്ന ദൈവം. കണ്ടോ? ആ ഒരാളിന്റെ ശബ്ദം ഇത്രയും പേരുടെ ശബ്ദത്തിൽ വിഴുങ്ങി. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞേ, ക്ഷമിക്കുന്ന ദൈവം. ദയവായി പ്രതീക്ഷയുടെ ദിവസന്നിധിയിലിരുന്നു. നമ്മുടെ ദൈവത്തിന്റെ ക്യാരക്ടറാണ്, സ്വഭാവമാണ്, ദൈവത്തിന്റെ
മക്കളിൽ വെളിപ്പെടുന്നത്. അവർ ദൈവത്തിൻ്റെ ദാസന്മാരാകട്ടെ, അവർ പ്രവാചകന്മാരാകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ, വിശ്വാസികളാകട്ടെ, ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ഒരു ചെറിയ ദൈവം അല്ല. അനേകം ദൈവങ്ങൾ ഒരു പക്ഷേ പ്രാദേശിക ദൈവങ്ങളായി തീരുമ്പോൾ നമ്മുടെ ദൈവം പ്രാദേശിക ദൈവമല്ല. ഒരു പഞ്ചായത്തിലോ ഒരു സ്ഥലത്തോ ഒതുങ്ങി നിൽക്കുന്നവനല്ല ദൈവം. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. അതിർത്തികൾ ഇല്ലാത്തവനാണ് ദൈവം. വേദപുസ്തകം പറയുന്നു, he is an omnipotent, omniscient and omnipresent God. ദൈവം സർവശക്തനാണ്. ഒരു റോ മെറ്റീരിയൽ ഒന്നും ഇല്ലാതിരിക്കെ, ഒരു ഉപകരണങ്ങളൊന്നും ഇല്ലാതിരിക്കെ, ഒരു മെറ്റീരിയൽ, ഒരു തന്മാത്രകളൊന്നും ഇല്ലാതിരിക്കെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ച് വരുത്തിയവനാണ് ദൈവം. ദൈവം പറഞ്ഞു, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, നക്ഷത്രങ്ങൾ ഉളവായി. അർത്ഥം വേദപുസ്തകം പറയുന്നു, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ചവനാണ് ദൈവം. ദൈവം പറഞ്ഞു, വൃക്ഷലതാദികൾ മുളച്ചു വരട്ടെ. ദൈവം പറഞ്ഞു, മൃഗങ്ങൾ ഉണ്ടാകട്ടെ. മനുഷ്യനൊഴികെ സകലതിനെയും നോക്കി ദൈവം കൽപ്പിച്ചു, അങ്ങനെ തന്നെ സ്ഥാപിതമായി. അർത്ഥം ദൈവം പറഞ്ഞു, അതെല്ലാം ഉളവായി വന്നു. ഇന്ന് രാത്രി ആ ദൈവം ഇവിടെയുണ്ട്. ആ ദൈവമാണ് ദൈവത്തിന്റെ വചനം. ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിലും ആ വചനം വെറുതെ വൃഥാവായി മടങ്ങി വരികയില്ല. ഈ രാത്രി ജീവിതങ്ങളുടെ ദേഹി ആത്മാവിൽ വിടുതലായി ദൈവകൃപയാൽ വെളിപ്പെടും. ഒരു വലിയ ദൈവം, സ്തോത്രം, ഒരു സർവശക്തനായ ദൈവം തന്റെ ഉള്ളംകൈയിലെ അതേ വസ്തു എന്നതുപോലെ കടലിലെ വെള്ളത്തെ, സ്തോത്രം, അതേ വഹിച്ചിരിക്കുന്നവനായ ദൈവം, അതേ സകലത്തിനെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനുമായ ദൈവം. എന്നാൽ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരെക്കാൾ വ്യത്യസ്തനാണ് ദൈവം. മനുഷ്യരായ നമുക്ക് എന്തെങ്കിലും ലഭിച്ചാൽ നമുക്ക് തലക്കനം കൂടാറുണ്ട്, നമുക്ക് നിഗളം വർദ്ധിക്കാറുണ്ട്. എന്നാൽ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന് എന്തെങ്കിലും വർദ്ധിച്ചാൽ, ദൈവത്തിന് എന്തെങ്കിലും ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ദൈവം തലക്കനത്തോടെയല്ല, നിഗളത്തോടെയല്ല ഇരിക്കുന്നത്. അവൻ സാവധാനതയുടെ ദൈവമാണ്, അവൻ താഴ്മയുടെ കർത്താവാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിഗളമല്ല ഉള്ളത്, ദൈവത്തിന്റെ ഹൃദയത്തിൽ താഴ്മയാണ് ഉള്ളത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം സ്നേഹം തന്നെ. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവം സ്നേഹം തന്നെ. അപ്പന് സ്നേഹം ഉണ്ട്, അമ്മയ്ക്ക് സ്നേഹമുണ്ട്, ഫ്രണ്ട്സിന് സ്നേഹമുണ്ട്. ഇതുപോലെ ദൈവത്തിന് സ്നേഹമുണ്ട് എന്നല്ല ബൈബിൾ പറയുന്നത്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം ആയതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കെതിരെ പ്രതികാരം ഇല്ല. ദൈവം സ്നേഹമായതുകൊണ്ട് നിങ്ങൾക്കെതിരെ ദൈവം, സ്തോത്രമാ, ഇത്രാം തീയതി ഇന്നെടുത്ത് വെച്ച് അവൻ ഇന്ന കുഴപ്പം എനിക്കെതിരെ ചെയ്തു, അവൻ ഇന്ന കുറ്റങ്ങൾ ചെയ്തു, ഇന്ന പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ ഒരു മൈക്രോസ്കോപ്പുമായി ഇരിക്കുന്നവനല്ല ദൈവം. പകരം ദൈവം ക്ഷമിക്കുന്നവനാണ്. മിണ്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല? ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം ക്ഷമിക്കുന്നവനായതുകൊണ്ടാണ് കാട്ടാക്കട ഈ മണ്ണിൽ ദൈവകൃപയാൽ നമ്മൾ ജീവനോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നത്. കാരണം പുസ്തകം പറയുന്നു, അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. കാരണം അത്ര ഭയങ്കരനാണ് ദൈവം. ദൈവം വിശുദ്ധനാണ്, ദൈവം അശുദ്ധനല്ല. വേദപുസ്തകം പറയുന്നു, യോബിന്റെ പുസ്തകം 4:18 വായിക്കുമ്പോൾ ദൈവം ദൂതന്മാരെക്കാളും ദൈവം പരിശുദ്ധനാണ്. അർത്ഥം ഗബ്രിയേൽ മാലഖയേക്കാൾ വിശുദ്ധനായ ദൈവം, മിഖായേലിനേക്കാൾ വിശുദ്ധനായ ദൈവം, സെറാഫുകളെക്കാൾ, കെരൂബുകളെക്കാൾ വിശുദ്ധനാണ് ദൈവം. യോബ് 15:15 പറയുന്നു, സ്വർഗത്തെക്കാളും വിശുദ്ധനാണ് ദൈവം. ആ സ്വർഗത്തെക്കാളും വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ നിസ്സാരനായ മനുഷ്യനായ നിനക്ക് എങ്ങനെയാണ് നിൽപ്പാൻ കഴിയുന്നത്? ദൂതന്മാരെക്കാളും പരിശുദ്ധനായ ദൈവത്തിന് എങ്ങനെയാണ് നിന്റെ വിശുദ്ധിയിൽ നിനക്ക് പിടിച്ചു നിൽപ്പാൻ തക്കവണ്ണം കഴിയുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി മനസ്സിലാക്ക്, നമ്മൾ മീശ എടുത്തത് കൊണ്ടല്ല ദൈവകൃപയിൽ നിന്നത്, നമ്മൾ വെള്ളവസ്ത്രം ഇട്ടത് കൊണ്ടല്ല നമ്മൾ ദൈവകൃപയിൽ നിന്നത്, നിന്റെ മുറി അന്യഭാഷയും ഉപവാസവും അല്ല ദൈവകൃപയിൽ നിന്നും നിർത്തുന്നത്, നിന്റെ ഒരു നന്മയിലുമല്ല നിന്നെ നിർത്തുന്നത്. ദൈവത്തിന്റെ കൃപയാലാണ് കർത്താവ് നിന്നെ നിർത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയേ.
നിന്റെ പാരമ്പര്യത്തിലല്ല, നീ പാസ്റ്റർ കുട്ടിയായതുകൊണ്ടല്ല നീ നിൽക്കുന്നത്, നീ പെന്തിക്കോസിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ടല്ല, അഗ്നി ജ്വാല കത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിൽക്കുന്നത്. നീ നിൽക്കുന്നത് നിന്റെ സ്വയം നീതിയിൽ അല്ല, പകരം നീ നിൽക്കുന്നത് ദൈവത്തിന്റെ വിലയേറിയ കൃപയാലാണ്. ആണ്ടിൽ ഒരു ദിവസം മഹാപരിശുദ്ധനായ ദൈവം യഹൂദ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു, എന്റെ സന്നിധിയിലേക്ക് അത് മനുഷ്യനെ റെപ്രസെന്റ് ചെയ്ത്, എന്റെ ജനത്തെ റെപ്രസെന്റ് ചെയ്ത്, എന്റെ ജനത്തെ പ്രതിനിധീകരിച്ച് മഹാപുരോഹിതൻ കടന്നു വരണം. ആ ദിവസത്തിന്റെ പേരാണ് ഡേ ഓഫ് അറ്റോൺമെന്റ്. ഓ സ്തോത്രം, മഹാപാപ പരിഹാര ദിനം. അത് എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ യോം കിപ്പോർ. യോം കിപ്പോർ എന്ന ദിനത്തിന് മനുഷ്യനും ദൈവവും തമ്മിൽ ഒന്നായി ചേരുന്ന, മഹത്വവും മനുഷ്യനും തമ്മിൽ ഒന്നായി ചേരുന്ന ദിവസമാണ് യോം കിപ്പോർ. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ കയറി ചെല്ലുന്ന ദിവസമാണ് യോം കിപ്പോർ അഥവാ മഹാപാപ പരിഹാര ദിനം. വേദപുസ്തകം വായിച്ചു നോക്ക്. അഹരോൻ ഉൾപ്പെടെയുള്ളതായ മഹാപുരോഹിതന്മാർ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരൊറ്റ മഹാപുരോഹിതൻ പോലും ദൈവത്തിന്റെ മുൻപിൽ ചത്തു വീണില്ല. വലിയ മഹത്വത്തിൽ മനുഷ്യൻ ആ കെരൂബുകളുടെ മധ്യത്തിൽ മഹത്വത്തിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ കയറി ചെല്ലുമ്പോൾ ആ മഹാപുരോഹിതൻ ചത്തു വീഴാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിയത് അവന്റെ കെട്ടും മട്ടും പ്രമാണവും കൊണ്ടല്ല, ദൈവത്തിന്റെ വിലയേറിയ ദയാലാണ്, ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവ കൃപയാലാണ് അവൻ നശിച്ചു പോകാത്തത്. ലക്ഷക്കണക്കിന് ജനം കൊറോണ നിമിത്തം മണ്ണിനടിയിൽ പോയപ്പോൾ നീയും ഞാനും നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നീയും ഞാനും വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. നമ്മളായതല്ല, ദൈവം നമ്മെ ആക്കിയതാണ്. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അതെ, ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല, ദൈവം കൈപ്പിന്റെ ദൈവമല്ല, ദൈവം പകയുടെ ദൈവമല്ല, ദൈവം കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്നവനല്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവം കാട്ടാക്കടക്കാരനല്ല, ദൈവം മലയാളിയല്ല, ദൈവം മനുഷ്യനല്ല. അതുകൊണ്ടാണ് അവൻ ദൈവം ദൈവം എന്ന് പറയുന്നത്. ഉറങ്ങിയിരുന്ന ആരാണ്ട് എന്നെ തുറിച്ചു നോക്കി. ഒരിക്കൽ കൂടെ, ദൈവം സ്തോത്രം മനുഷ്യനല്ല, ദൈവം ദൈവം തന്നെയാണ്. അതേ, ദൈവത്തിന്റെ ഹൃദയ വിശാലത വലുതാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. സഹോദരനെ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം പകർന്നു എങ്കിൽ അതേ ദൈവം ക്ഷമിക്കുന്നവനായതുകൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവ് തന്നു എങ്കിൽ, ദൈവം നിന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ദൈവം ക്ഷമിക്കുന്നവനായതുകൊണ്ടാണ്. ഓ, പുറപ്പാട് പുസ്തകം 34 അധ്യായം 7 വാക്യം. ഭയങ്കര അന്തരീക്ഷം അവിടെ നിറഞ്ഞിരിക്കുകയാണ്. എവിടെ? ഒരു കൺവെൻഷൻ അല്ല, ഒരു ക്രൂസൈഡിനല്ല. ഹോരേബ് പർവ്വതത്തിൽ ദൈവമായ കർത്താവ് ഇതാ ഇറങ്ങി വരുന്നു. ഹോരേബ് പർവ്വതത്തിന്റെ വേറൊരു പേരാണ് സീനായി മല. 30 ലക്ഷം വരുന്നതായ ജനം മാറി നിൽക്കുന്നു. മോശയെ മാത്രം ദൈവം വിളിച്ച് ആ കൊടുമുടിയിലേക്ക് കയറിയിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, മോശ കയറി പോയി, ദൈവം ഇറങ്ങി വന്നു. മോശ കയറി പോയി, ദൈവം ഇറങ്ങി വന്നു. മിണ്ടുന്നില്ല. നീ കയറി പോകുന്നു എങ്കിൽ ഇറങ്ങി വരുവാൻ സന്നദ്ധനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. മോശ കയറി പോയി, ദൈവം ഇറങ്ങി വന്ന് അവിടെ കത്തുന്ന തീ ആകാശം സ്പർശിക്കത്തക്ക ക്രമത്തിൽ ഇതാ കത്തി പൊങ്ങുകയാണ്. ദേശം മുഴുവൻ ഭൂമി കുലുക്കത്താൽ നിറഞ്ഞിരിക്കുന്നു. കാവളനാദം ഉയരുന്നു. മനുഷ്യർ ഏവരും ഭയപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ സഭ മാത്രമല്ല, മോശ പോലും ഭയന്ന് വിറച്ചുപോയി. കാരണം കർത്താവ് ഇതാ കൽപ്പന എഴുതുകയാണ്. ഏറ്റവും ബെസ്റ്റ് ഹാൻഡ് റൈറ്റിംഗിൽ, കനാനായി കുഞ്ഞിരാമന്റെ ഹാൻഡ് റൈറ്റിംഗിലല്ല, മൈക്കൽ ആഞ്ചലോയോ ഓ ലിയാനോ ഡാവിഞ്ചിയുടെ ഹാൻഡ് റൈറ്റിംഗിലല്ല, എൽ ഷഡായ്, എൽ എലിയോൻ, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം തന്റെ ബ്യൂട്ടിഫുൾ 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 ഹാൻഡ് റൈറ്റിംഗിൽ ഞാൻ അല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകല്ല എന്ന് പറഞ്ഞ 10 കൽപ്പന ഇതാ എഴുതി കൊടുത്തിട്ട് 34:7 കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഹേ മോശേ, മോശേ, ഞാൻ പട്ടാളക്കാരനല്ല കേട്ടോ. ഞാൻ കുറച്ച് നിയമം തന്നിട്ട് പാലിച്ചില്ലെങ്കിൽ ടിഷ്യം എന്ന് വെടിവെച്ച് തള്ളുന്ന ഞാൻ പട്ടാളക്കാരനല്ല. ഞാൻ നിയമം പാലിച്ചെങ്കിൽ ലാത്തി ചാർജ് നടത്തുന്ന പോലീസുകാരനല്ല. ഞാൻ ക്ലിഫ് ഹൗസിൽ നിന്ന് ഓർഡർ ഇടുന്ന മന്ത്രിയല്ല. പകരം ഞാൻ ദൈവമാണ്. ഞാൻ ഒരു വശത്ത് പ്രമാണം തരുന്നവനാണ്. ഞാൻ വിശുദ്ധനാണ്. എന്നാൽ അകൃത്യവും അതിക്രമവും ഞാൻ ക്ഷമിക്കുന്നവനാണ്.
അകൃത്യവും അതിക്രമവും ക്ഷമിക്കുന്നവനാണ്. മനുഷ്യർ നിന്നോട് ക്ഷമിച്ചു കാണത്തില്ല, നിന്റെ മാതാപിതാക്കൾ നിന്നോട് ക്ഷമിച്ചു കാണത്തില്ല, നിന്റെ വിശ്വാസികൾ, ഹേ പാസ്റ്റർമാരെ നോക്ക്, നിന്റെ വിശ്വാസികൾ നിന്നോട് ക്ഷമിച്ചു കാണത്തില്ല. ഹേ വിശ്വാസികളെ, പാസ്റ്റർമാർ നിന്നോട് ക്ഷമിച്ചു കാണത്തില്ല, ഫ്രണ്ട്സും പ്രിയപ്പെട്ടവരും നിന്നോട് ക്ഷമിച്ചു കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത്, പോയി എന്റെ മക്കളോട് പറ, അവർ കണ്ട അപ്പനേക്കാൾ, അവരെ പ്രസവിച്ച അമ്മയേക്കാൾ, അവർ കൈകാര്യം ചെയ്യുന്ന ഫ്രണ്ട്സിനേക്കാൾ വലിയൊരു ദൈവം സ്വർഗത്തിൽ അവർക്കായി ഉണ്ട്. ദൈവം ക്ഷമിക്കുന്നവനാണ്. രണ്ട് കരങ്ങളിൽ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച്, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. വേദപുസ്തകം പറയുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് യേശു ക്രിസ്തു ക്ഷമയുടെ ദൈവമായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. പഴയ നിയമകാലത്ത് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിക്കുന്ന ദൈവത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി കാണുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയി ആർക്കും കാണുവാൻ കഴിയാത്തത് കൊണ്ട് വേഷത്തിൽ മനുഷ്യനായി ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഞാൻ പറയട്ടെ, ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം അതേ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങിയതാണ്. സ്തോത്രം. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം തകഴിയുടെ ചെമ്മീനല്ല, നിന്റെ സീരിയലും നിന്റെ സിനിമയിലും നീ കണ്ടതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം റോമിയോ ജൂലിയറ്റ് അല്ല, ഏറ്റവും വലിയ സ്നേഹം സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാതെ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. ദൈവം വേഷത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആ യേശു കർത്താവ് എന്തിനു വേണ്ടി വന്നു? മത്തായി സുവിശേഷം 20 അധ്യായം 28, മർക്കോസ് 10:45 വേദപുസ്തകം പറയുന്നു, മനുഷ്യർക്ക് വേണ്ടി ജീവൻ നൽകുവാൻ യേശു വന്നു, നിന്റെ പാപത്തെ ക്ഷമിപ്പാൻ. സ്തോത്രം. അതേ, നിന്റെ കുറവുകളെ ക്ഷമിപ്പാൻ. കാരണം വേദപുസ്തകം പറയുന്നു, ലേഖനം 9 അധ്യായം 22 വാക്യം, without shedding blood there is no remission of sin. ഓ ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം നിനക്ക് വേണ്ടി ചൊരിയപ്പെടണമായിരുന്നു. നീ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കൃപയാൽ നിന്റെ പാപത്തിൽ നിന്ന് നീ വിമോചനമായി നിന്നിൽ നിന്ന് ക്ഷമിപ്പാൻ വേറെ ആർക്കും സ്തോത്രം ആ പാപത്തെ ക്ഷമിപ്പാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് നിന്നെ കഴുകി ശുദ്ധീകരിപ്പാൻ വേഷത്തിൽ മനുഷ്യനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ ഒഴുകിയതായ രക്തത്തിനോ, പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലും ശലോമോന്റെ ആലയത്തിലും ഒഴുകിയതായ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്, കാളക്കിടാങ്ങളുടെ രക്തത്തിന് നിന്റെ പാപത്തെ മായ്ക്കാനും മറക്കാനും കഴിയാതിരിക്കുമ്പോൾ യേശു കർത്താവ്, പാപമില്ലാത്ത കർത്താവ് ഈ ലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നു. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ആമേൻ പറഞ്ഞാണ്. യെസ്, സ്വർഗത്തിൽ അവൻ പാപമില്ലാത്തവൻ, ഭൂമിയിൽ അവൻ പാപമില്ലാത്തവൻ. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ ധൈര്യമായി ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, കർത്താവേ, ഞാൻ തെറ്റിപ്പോയി, ഞാൻ പിന്മാറ്റത്തിൽ പോയി. കൊറോണ കാലം എന്റെ ആത്മീയ ജീവിതത്തിന്റെ തകർച്ചയാണ്. ആരും കാണാതെ ഞാൻ ഏതിലോ വീണുപോയി, എവിടെയോ ഞാൻ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവം മൈക്രോസ്കോപ്പുമായിട്ടല്ല നോക്കിയിരിക്കുന്നത്. ദൈവം ഒരു മുളവടിയുമായിട്ടല്ല കാത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പൊളിക്കാൻ കാത്തിരിക്കുന്നവനല്ല. ചതഞ്ഞ ഓടിക്കാത്തവനായ ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്തവനായ ദൈവം ഇന്ന് രാത്രി നിന്നെ കഴുകുവാൻ, നിന്നെ ശുദ്ധീകരിപ്പാൻ, നഷ്ടപ്പെട്ട ആത്മീയ ജ്വലനത്തിലേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് കാത്തിരിക്കുന്നു. അവൻ നിന്നെ ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യരോട് നിന്റെ പരാജയം പറയില്ല, മനുഷ്യരോട് നിന്റെ അതേ പരാജയം പറയില്ല. മനുഷ്യൻ നിന്നെ തേച്ചോട്ടിക്കുക. ഇന്ന് നിന്റെ രഹസ്യത്വം മനുഷ്യരോട് പറഞ്ഞാൽ നാളെ കുറച്ചു കാലം കഴിയുമ്പോൾ മനുഷ്യൻ നിന്നെ സ്തോത്രം ചതിക്കും. പക്ഷേ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ പാപത്തെ അവിടുന്ന് ക്ഷമിക്കണമേ, എൻ്റെ കുറവിനെ അവിടുന്ന് ക്ഷമിക്കണേ. ഒന്ന് യോഹന്നാന്റെ ലേഖനം 1 അധ്യായം 9 വാക്യം വേദപുസ്തകം പറയുന്നു. സ്തോത്രം. അതെ, ഒന്ന് യോഹന്നാൻ 1 അധ്യായം 8-9 വാക്യം പറയുന്നു, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപത്തെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നിന്റെ പാപത്തെ നീ ഏറ്റു പറയുമ്പോൾ ദൈവം നിന്നോട് ക്ഷമിക്കുന്ന. വളരെ ശ്രദ്ധിക്ക്. സ്തോത്രം. മനുകുലത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, മനുകുലത്തിന്റെ പിന്നെ വന്നാൽ മതി. സ്തോത്രം. മനുകുലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, സ്തോത്രം, മാനവജാതിയുടെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ ഏറ്റുപറഞ്ഞില്ല, പാപം ഏറ്റുപറഞ്ഞില്ല. ഉദാഹരണമായി ആദിമ കുടുംബത്തിലേക്ക് നോക്ക്. ആദാം ദൈവത്തിന് മുൻപിൽ പാപം ചെയ്തു.
ആദാം പാപം ചെയ്തപ്പോൾ ദൈവം വന്നു ചോദിച്ചു. ദൈവത്തിന് മുൻപിൽ ആദാം പറയുകയാണ്, ഞാനല്ല, ഞാൻ പെർഫെക്റ്റ് ആണ് കർത്താവ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റാ. പക്ഷേ നീ എനിക്ക് തന്ന പെണ്ണുപിള്ളയുണ്ടല്ലോ, എവളാണ് കുഴപ്പം, എവളാണ് എന്നോട് ആ പഴം തിന്നാൻ വേണ്ടി പറഞ്ഞത്. അവളെ നോക്കുമ്പോൾ അവൾ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, ഞാനല്ല കുഴപ്പം, അപ്പുറത്ത് കിടക്കുന്ന പാമ്പുണ്ടല്ലോ, ആ പാമ്പാണ് കുഴപ്പം. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി അവർ ശരിയല്ല, അവർ നിമിത്തം ഞാൻ ഇങ്ങനെയായി എന്ന് പറയുന്നവർ, അവർ നിമിത്തം എന്റെ ജീവിതത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നവർ, അവർ നിമിത്തം എന്റെ ജീവിതത്തിന് ഈ കുഴപ്പമെന്ന്, ആ പാസ്റ്റർ ശരിയല്ല കേട്ടോ, ആ പാസ്റ്റർ ശരിയല്ല, ആ പാസ്റ്റർ മാറ്റി എന്റെ അടുത്തിരിക്കുന്ന മറ്റേ പാസ്റ്റർ വിട്ടിരുന്നെങ്കിൽ എന്റെ ആത്മീയം കുറച്ചുകൂടെ നന്നായനെ എന്ന് പറയുന്നവർ, ആ സഭ ശരിയല്ല, ആ സഭയ്ക്ക് പകരം മറ്റേ വേറെ ഏതെങ്കിലും നല്ല സഭ, സിറ്റിയിലെ സഭയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തീയിറക്കി കാണിച്ചു തരാം എന്ന് മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നവർ. സ്റ്റോപ്പ് ഇറ്റ്. എപ്പോഴാണോ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നത്, നിങ്ങൾ പരാജയപ്പെടുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബ്ലെയിം ഗെയിം, കുറ്റാരോപണം. അവർ ശരിയല്ല, അവർ കാരണം ഞാൻ ഇങ്ങനെയായി, എന്റെ ബന്ധുക്കൾ കാരണം ഇങ്ങനെയായി, എന്റെ കുടുംബാംഗങ്ങളെ കാരണം ഇങ്ങനെയായി. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ തോൽക്കുന്നു. സ്തോത്ര, ഫുട്ബോൾ മാച്ച് നടക്കുകയാണ്, ഇന്ന് ബ്രസീൽ ജയിക്കുകയോ അർജന്റീന ജയിക്കുകയോ എനിക്കറിയത്തില്ല, പക്ഷെ ഒരാൾ തോക്കും, ഒരാൾ തോക്കും. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടി കുറ്റം പറയുന്ന ജീവിതത്തിൽ തോക്കും. എന്നാൽ മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടാതെ ആദാം തന്നിലേക്ക് വിരൽ ചൂണ്ടി, കർത്താവേ സോറി, തെറ്റിപ്പോയി, കർത്താവേ തെറ്റിപ്പോയി, ഒരിക്കലത്തേക്ക് എന്നോട് ക്ഷമിക്കണമേ എന്ന് ആദാം പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യ ചരിത്രത്തിന്റെ ചിത്രം മറ്റൊന്നായനെ. ഇന്ന് രാത്രി സ്വന്തം സ്തോത്രം കുറ്റത്തെ വെള്ളതേക്കല്ലേ, സ്വന്തം കുറ്റത്തെ വെള്ളതേക്കാതെ ദൈവത്തിന് മുൻപിൽ ഏറ്റു പറഞ്ഞോട്ടെ, ദൈവം ക്ഷമിക്കുന്നവനാണ്. എന്റെ പ്രാർത്ഥന കുറവിനെ ക്ഷമിക്കണമേ, മാസങ്ങളായി ഞാൻ ബൈബിൾ വായിക്കുന്നില്ല, ക്ഷമിക്കണമേ. കർത്തൃമേശയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു, ക്ഷമിക്കണമേ. ഞാൻ രഹസ്യമായി കണക്ഷൻ പോയ പിന്മാറ്റക്കാരനാണ്, ക്ഷമിക്കണമേ. ആദ്യ സ്നേഹം എന്നിൽ നിന്ന് വിട്ടുപോയി, ക്ഷമിക്കണമേ. ആരാധനയുടെ തീ കെട്ടുപോയി, ക്ഷമിക്കണമേ. പ്രാർത്ഥനയുടെ അനുഭവം അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ആദ്യം ഞാൻ സതീഷ് പാസ്റ്ററോട് പറഞ്ഞത് ഇതാണ്, പിശാചം മണ്ണിട്ട് മൂടിയത് സകലതും ഇന്ന് രാത്രി കർത്താവ് തുറക്കാൻ പോകുന്നു. കമാൺ 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 കമാൺ, ശബ്ദമുയർത്തി ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കും. കമാൺ, യെസ് യെസ് യെസ്. നിന്നുപോയത് മുഴുവൻ തുറക്കട്ടെ, നിന്നുപോയത് മുഴുവൻ കർത്താവ് തുറക്കട്ടെ. ആ പിന്നിൽ നിൽക്കുന്നവർ, ആ സൈഡിലായിരിക്കുന്നു, നിന്നു പോയത് മുഴുവൻ കർത്താവ് നിനക്ക് തിരികെ തരട്ടെ. കെട്ടുപോയ അഗ്നികൾ മുഴുവൻ ആളി കത്തട്ടെ, മങ്ങി കത്തുന്നത് മുഴുവൻ ആളി കത്തട്ടെ. ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ഏറ്റു പറയാതിരുന്നാൽ എന്തു ചെയ്യും? ഏറ്റു പറയാത്തവനായിരുന്നു ഫറവോൻ. ഫറവോൻ ദൈവത്തിന് മുൻപിൽ ഏറ്റു പറയാതെ, സ്തോത്രം, ഫറവോന്റെ മുൻപിൽ മോശ നിന്ന് പറഞ്ഞു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്ന, യഹോവയാം ദൈവം അരുളി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ എനിക്കൊന്ന്, ഫറവോൻ കാട്ടാക്കടക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, യഹോവയാ അവൻ ആര്? അല്ല, നമ്മുടെ ഭാഷ പറഞ്ഞാലല്ലേ മനസ്സിലാവത്തുള്ളൂ. സ്തോത്രം, ദൈവത്തെ ഫറവോൻ ചോദ്യം ചെയ്തു. സ്വന്തം തെറ്റിനെ സ്തോത്രം മറച്ചു വെച്ചിട്ട് സ്വന്തം തെറ്റ് അംഗീകരിക്കാതെ അവൻ ദൈവത്തെ, അവൻ ആര് എന്ന് പറഞ്ഞ് ആ ദൂതിനെ അവൻ തള്ളിക്കളഞ്ഞു. ഇന്ന് രാത്രി ഈ ദൂത് തള്ളിക്കളയല്ല, ഈ വചനം തള്ളിക്കളയല്ല, ഈ വചനം തള്ളിക്കളയല്ല. നീ 500 പ്രസംഗം നിന്റെ യൂട്യൂബിൽ നീ കേട്ടുകയാണ്, പക്ഷെ ഇന്ന് രാത്രി നിന്നെ വിടിവിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ നഷ്ടത്തെ ലാഭമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ താഴ്ചയെ ഉയർച്ചയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മങ്ങിക്കത്തുന്ന നിന്നെ ആളി കത്തിപ്പാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. ദൂത് തള്ളിയവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തകർക്കപ്പെട്ടു. നെബൂഖദ്നേസർ രാജാവ് ദൂത് കേട്ടപ്പോൾ, സ്തോത്രം, അതെ, മഹതിയാം ബാബിലോണെ ഞാനല്ലയോ ചമച്ചത് എന്നവൻ അഹങ്കരിച്ചു. ദൈവം അവനെ, സ്തോത്രം, അതെ, സിക്സർ അടിച്ച് കാട്ടിലേക്ക് അയച്ചു. ദൈവം നെബൂഖദ്നേസർ രാജാവിനെ കാട്ടിലേക്ക് ഇട്ടു. പുല്ല് കാളയെ പോലെ പുല്ല് തിന്നുന്നവനായി. ഇന്ന് രാത്രി ഏറ്റുപറയാത്ത ഫറവോൻ തകർന്നതുപോലെ, ഏറ്റുപറയാത്ത നെബൂഖദ്നേസർ തകർന്നതുപോലെ തകർക്കപ്പെടല് എന്റെ ആഗ്രഹം ഇതാണ്. എന്റെ പിൻപിലും എന്റെ മുൻപിലും എന്റെ സൈഡിലും ഇരിക്കുന്ന ഒറ്റ ഇന്ന് രാത്രി തകർക്കപ്പെടാനുള്ളതല്ല. കമോൺ വാ, നമ്മൾ ഒരുമിച്ച് പണിയപ്പെടാനുള്ളവരാണ്. ഹല്ലേലൂയ. വലത് കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ശബ്ദമുയർത്തി പറഞ്ഞേ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഒരിക്കൽ കൂടെ, തോൽക്കാൻ എനിക്ക്
മനസ്സില്ല. ജീവിതത്തിൽ നിന്നെ ജയിപ്പിക്കുന്നവനാണ് യേശു. നീ ഉയർത്തിയ കരങ്ങളെ പിടിക്കുന്നവനാണ് കർത്താവ്. നീ മേലേക്ക് നോക്കുമ്പോൾ അവൻ താഴേക്ക് നോക്കുന്നു. നിന്റെ കൈ ഉയരുമ്പോൾ ആണി പണിതുള്ള വേറൊരു കരം നിന്റെ പിടിക്കുവാൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നിന്റെ കുറവുകളെ, നിന്റെ പാപത്തെ ഏറ്റുപറവാൻ സ്തോത്രമാതെ ഒരിക്കലും മടിക്കരുത്. നമുക്കുള്ള കുഴപ്പം ആരുടെയെങ്കിലും നമുക്ക് ഇന്ന കുഴപ്പമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ. എനിക്ക് ഇന്ന കുഴപ്പമുണ്ട്, റിയലി എനിക്ക് ഇന്ന കുഴപ്പമുണ്ട്, അതുകൊണ്ട് ദയവായി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ചിലരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം ഇട്ടത് പോലെ സ്തോത്രം നാട്ടുകാർ മുഴുവൻ അറിയും. അതുകൊണ്ട് എല്ലാവരും അറിയണമെങ്കിൽ, ഞായറാഴ്ച മുതൽ ഞാൻ ഉപവാസ, അതെ എല്ലാവരും അറിയണമെങ്കിൽ ആരോടും പറയല്ലേ സിസ്റ്ററെ എന്ന് പറഞ്ഞാൽ 2-3 പേര് അങ്ങനെയുള്ളവരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഓ, നിനക്ക് മനസ്സിലായില്ല? 2-3 പേര് ആരോടും പറയല്ലേ എന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചാൽ മതി, ലോകം മുഴുവൻ അറിയാം. ഓ കമാൻ. എന്നാൽ ദൈവം മനുഷ്യനല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല. ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ മീഖ 7:15 പറയുന്നു, ആഴക്കടലിൽ ദൈവം ആ പാപത്തെ ക്ഷമിച്ച് ഇട്ടുകളയും. നിന്റെ പാപത്തെ ഏറ്റുപറയുമ്പോൾ ആഴക്കടലിൽ ദൈവം ആ പാപത്തെ ക്ഷമിക്കുന്നു, ദൈവം ഇട്ടുകളയുന്നു. The Bible says he will bury all of your sins. When you confess all your sins, he will bury your all the sins at the bottom of the sea. അതേ കടലിന് അടിയിൽ ദൈവം അതിനെ എറിഞ്ഞു കളയുന്നു. പിറ്റേ ദിവസം ആരെങ്കിലും വന്നിട്ട്, അല്ലെങ്കിൽ നീ തന്നെ വന്നിട്ട്, കർത്താവേ ഇത്രാം തീയതി ഇന്നടത്ത് വെച്ച് ഞാൻ ചെയ്തത് നീ ഓർക്കുന്നുണ്ട് എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം പറയും, മക്കളെ അങ്ങനെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നേ ഇല്ല. ഞാൻ എൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ നിന്നെ കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിന്റെ കഴിഞ്ഞ കാലത്തെ ഓർക്കുന്നേയില്ല, നിന്റെ ഇന്നലത്തെ പരാജയത്തെ ഞാൻ ഓർക്കുന്നേയില്ല. ഓ, ഞാൻ ഒരിക്കൽ കൂടെ ഈ ദൂതിന്റെ ആഴം വെളിപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഇന്നലത്തെ നിന്റെ പരാജയം ഞാൻ ഓർക്കുന്നേയില്ല. നിന്റെ ഇന്നലത്തെ പരാജയത്തെ നോക്കി എണ്ണുന്നവനല്ല ദൈവം, നിന്റെ ഭാവിയെ എങ്ങനെ നന്നാക്കാം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭയെ നോക്കി പ്രവചിക്കട്ടെ, നിന്റെ ഭാവിയെ എങ്ങനെ നന്നാക്കാം എന്ന് ദൈവം ഓർക്കുന്നു. അർത്ഥം, നീ കണ്ടതിനേക്കാൾ നല്ലത് നീ കാണുവാൻ വേണ്ടി പോകുന്നു. നിന്റെ നല്ല സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ, നിന്റെ നല്ല കാലം വരാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്, നിന്റെ നല്ല കൺവെൻഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ, നല്ല വരുമാനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അവൻ നിന്നെ തൊലയ്ക്കാനല്ല വിളിച്ചത്, അവൻ നിന്നെ നന്നാക്കാനാണ് വിളിച്ചത്. അവൻ ക്ഷമിക്കുന്നവനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. ഒരു യഥാർത്ഥ സംഭവം പറയട്ടെ. അമേരിക്കൻ ഐക്യനാടിൽ നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു യുവാവായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ യുവാവ് വളരെ ദൈവഭയമുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പക്ഷേ അവന് അവിടെ നിന്ന് ഓൾമോസ്റ്റ് 200 കിലോമീറ്റർ അകലെയുള്ളതായ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ അവൻ ജോയിൻ ചെയ്തു. പക്ഷെ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകളിൽ അവൻ അകപ്പെട്ടു. യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കണം, തെറ്റായ കൂട്ടുകെട്ട് നിനക്ക് വേണ്ടിയത് നിന്നെ പൊളിക്കുന്നവരെയല്ല വേണ്ടിയത്, നിന്നെ ജ്വലിപ്പിക്കുന്നവരെയാണ്, പണിയുന്നവരെയാണ് നിനക്ക് വേണ്ടിയത്. എനിക്കൊരു തീ ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് നടക്കുന്നവനെ ഞാൻ എൻ്റെ അടുത്ത് നിർത്തത്തില്ല. എനിക്ക് തീ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ കച്ചവടം ചെയ്യുന്നവനെ ഞാൻ എൻ്റെ അടുത്ത് നിർത്തത്തുള്ളൂ. കാരണം മങ്ങി കത്തുന്ന എന്നെ ആളി കത്തിക്കുന്നവനെയാണ് എനിക്ക് വേണ്ടിയത്. എന്നാൽ ഈ സഹോദരൻ സ്തോത്രം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് കൂടെ ചേർന്നു. മയക്കുമരുന്ന് സ്തോത്രം അത് ഉപയോഗിച്ചു. ഒരു ദിവസം മയക്കുമരുന്ന് തൻ്റെ കയ്യിലിരിക്കുമ്പോൾ പോലീസ് വന്നു, റെയ്ഡ് ചെയ്തു, അറസ്റ്റ് ചെയ്തു, അവസാനം ജയിലിലായി. പേപ്പറിലും ടിവിയിലും ന്യൂസ് വന്നു, കുടുംബത്തിനാകെ മോശമായി. നാട്ടുകാരെല്ലാവരും അറിഞ്ഞു, അയ്യോ അവന് സ്തോത്രം ഇതാ ജയിലിൽ കിടക്കുകയാണ്. പക്ഷെ ആ കുടുംബത്തിലുള്ള ആരോ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് മാതാവ്, പിതാവ്, അവർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ സ്തോത്രം മക്കൾക്ക് വേണ്ടി കരയുന്ന ആരൊക്കെ ഉണ്ടായിരിക്കും. ഏത് മാതാവാണോ ഏത് പിതാവാണോ മക്കൾക്ക് വേണ്ടി കരയുന്നത്, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, അതേ കണ്ണുകൊണ്ട് തന്നെ മക്കളുടെ നന്മ നീ കാണുവാൻ വേണ്ടി പോകുകയാണ്. എന്താ സംഭവിച്ചത്? സ്തോത്രം. ജയിലിലേക്ക് ഒരു പാസ്റ്ററെ, ഒരു ചാപ്പലിനെ, ഒരു പാസ്റ്ററെ കർത്താവ് അയക്കുകയുണ്ടായി.
ആ പാസ്റ്റർ അവനോട് പോയി ദൈവവചനം പറഞ്ഞ് നഷ്ടപ്പെട്ട വിശ്വാസം, നഷ്ടപ്പെട്ട പ്രാർത്ഥന തൻ്റെ ലൈഫിലേക്ക് തിരികെ വന്നു. തൻ്റെ ആത്മീയ ജീവിതം സ്തോത്രം വീണ്ടും പാലിക്കപ്പെട്ടു. ദെൻ ഫൈനലി അതേ ചില ആഴ്ചകൾ കഴിഞ്ഞ് അവൻ ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്. ആ വന്നതായ പാസ്റ്ററോട് അവൻ പറഞ്ഞു, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാണ്, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ആ പാസ്റ്റർ പ്രകാരം പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകണം. പക്ഷെ അതിനു മുൻപ് നിന്റെ വീട്ടിൽ നീ ഒരു കത്തെഴുതണം. ഞാൻ ആ വീട്ടിൽ വരുന്നു എന്ന് നിന്റെ അപ്പന് കത്തെഴുതണം. അവൻ കത്തെഴുതി. പ്രിയ പിതാവിന്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും തലകുനിച്ചു, ഞാൻ നിങ്ങളെക്കാൾ എല്ലാവർക്കും അപമാനമുണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് പേര് ദോഷം വരുത്തിയ പയ്യനാണ്, ഞാൻ പേര് ദോഷം വരുത്തിയ മകനാണ്. പക്ഷെ ഇത്രാം തീയതി ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്നെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ട്രെയിനിൽ വരികയാണ്. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ നിങ്ങളുടെ വീട് എനിക്ക് വേണ്ടി തുറന്നിടുന്നു എങ്കിൽ, എന്നെ സ്വീകരിക്കുന്നുവെങ്കിൽ, ആ വീടിന് മുൻപിൽ ഒരു ആൽമരം നിൽപ്പുണ്ട്. ആ ആൽമരത്തിൽ ഒരു വെള്ള റിബൺ ഇങ്ങനെ കെട്ടിയിരുന്നാൽ എനിക്കറിയാം എന്നെ സ്വീകരിക്കുന്നു എന്ന്. ഒരൊറ്റ വെള്ള റിബൺ ആ ആൽമരത്തിൽ ഉണ്ടായിരുന്നാൽ മതി. ഞാൻ സ്തോത്രം അതെ ആ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് ഞാൻ കടന്നു വരാം. ആ കത്തവൻ പോസ്റ്റ് ചെയ്തു. ആ ദിവസം വരാൻ കാത്തിരുന്നു. ആ ദിവസം എത്തി. തൻ്റെ ജയിൽ വസ്ത്രം മാറി, തൻ്റെ സ്തോത്രം അതെ സാധാ വസ്ത്രമിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. തൻ്റെ സ്തോത്രം ചങ്കിടിപ്പ് പെരുമ്പറ പോലെ തൻ്റെ ഹൃദയമിടിപ്പ് തനിക്ക് തന്നെ കേൾക്കാം. ആ വീട് തനിക്ക് വേണ്ടി തുറന്നിരിക്കുകയോ, ആ വീടിന് മുൻപിൽ ഒരു ആൽവൃക്ഷമുണ്ട്, അതിൽ വെള്ള റിബൺ ഇട്ടേക്കോ അറിയത്തില്ല. ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു, ട്രെയിനകത്ത് കയറി. ട്രെയിൻ സ്തോത്രം പുറപ്പെട്ടു. 10-12 സ്റ്റേഷൻ തൻ്റെ മുൻപിലുണ്ട്. ഓരോ സ്റ്റേഷൻ മുന്നിലേക്ക് പോകുമ്പോഴും തൻ്റെ ചങ്കിടിപ്പ് വർദ്ധിക്കുന്നത് പോലെ തോന്നി. അവസാനം ഒരു മാന്യനായ മനുഷ്യൻ തൻ്റെ അടുക്കൽ ഇരിക്കുന്നത് ശ്രദ്ധപ്പെട്ടു. അവൻ തൻ്റെ സ്റ്റോറി മുഴുവൻ ആ മാന്യനായ മനുഷ്യനോട് പറഞ്ഞു, സാറേ, ഞാനൊരു വല്ലാത്ത കെണിയിൽ അകപ്പെട്ടു കേട്ടോ. ഞാൻ സ്തോത്രം അതേ ജയിലിൽ നിന്ന് വരികയാ, എൻ്റെ വീട്ടിലേക്ക് പോകുക. പക്ഷെ എൻ്റെ വീട് എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ അപ്പനാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്നെ വളർത്തിയത്. എൻ്റെ വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നതായ ആൽമരം, അതിൽ ഒരു റിബൺ കെട്ടിത്തൂക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. 2 സ്റ്റേഷൻ കഴിയുമ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ചുപ്പുറത്തുകൂടി ആ ട്രെയിൻ പോകുന്നത്. ആ താഴ്വരയിലെ വീട് വളരെ നന്നായിട്ട് കാണാം. റെയിൽവേ ട്രാക്ക് ഞങ്ങൾ എപ്പോഴും കാണുന്നതാ സാറേ. നൂറുകണക്കിന് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞങ്ങൾ കാണുന്നതാ. എനിക്ക് ആ വീട്ടിലേക്ക് നോക്കി ആ ആൽമരത്തിൽ ഒരു റിബൺ നിൽക്കുന്നത് കാണാൻ ഉള്ള ധൈര്യം എനിക്കില്ല സാറേ. എനിക്ക് ആ ആൽമരത്തിലേക്ക് നോക്കി ഒരു റിബൺ ഒരു റിബൺ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ ധൈര്യമില്ല. കാരണം റിബൺ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ചങ്ക് പറഞ്ഞു പോകും സാറേ. അതുകൊണ്ട് സാർ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. സാറ് അവിടെ ഉള്ളതായ ആൽമരത്തിൽ ഒരു റിബൺ ഉണ്ടോ എന്ന് നോക്കണം. ആ മാന്യം പറഞ്ഞു, അതിൽ അത്രയേ ഉള്ളൂ, നോ പ്രോബ്ലം, ഞാൻ നോക്കാം. ട്രെയിൻ പുറപ്പെട്ടു. ട്രെയിൻ വീണ്ടും അടുത്ത സ്റ്റേഷൻ മുന്നേറി പോകുമ്പോൾ അവസാനത്തെ സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ അതിന് മുമ്പാണ് വീട്. സ്തോത്രം. ആ മാന്യനായ മനുഷ്യൻ പറഞ്ഞു, ഇതാ കടകളെല്ലാം പോയി. യെസ്, ആ കടകളെല്ലാം ഞങ്ങളുടെ വീടിനടുത്താണ്. ഇതാ താഴ്വര വരുന്നു. അതേ സാറേ, ആ താഴ്വരയ്ക്ക് അപ്പുറത്താ വീട്. ആ താഴ്വരക്കട ഇതാ മരങ്ങൾ കടന്നു. അതേ മരങ്ങളെല്ലാം കഴിഞ്ഞു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, നോക്കിക്കേ, ഒരു നല്ല വീട്, നല്ലൊരു പോർട്ടിക്കയുണ്ട്. അവൻ പറഞ്ഞു, അത് തന്നെയാണ് വീട്. ആ വീട് കണ്ടോ? വീട് കണ്ടു. അവന് ഓപ്പോസിറ്റ് ഡയറക്ഷന് തിരിഞ്ഞിരുന്ന ഡയറക്ഷൻ പിടിക്കുക. അവൻ ചോദിച്ചു, സാറേ സ്തോത്രം, മരം കണ്ടോ? യെസ്, മരം കണ്ടു. വീടും കണ്ടു, മരവും കണ്ടു. വീടും ഐഡന്റിഫൈ ചെയ്തു, മരവും ഐഡന്റിഫൈ ചെയ്തു. സാറേ, ഒരു റിബൺ ഉണ്ടോ? ഒരു റിബൺ. ആ മനുഷ്യൻ പറഞ്ഞു, ഒരു റിബൺ ഇല്ല, ഒറ്റ റിബൺ ഇല്ല. നോ, ഒരു റിബൺ ഇല്ല. പച്ച നിറത്തിൽ 100 കണക്കിന് റിബൺ, നീല നിറത്തിൽ 100 കണക്കിന് റിബൺ, അതേ മഞ്ഞ നിറത്തിൽ 100 കണക്കിന് റിബൺ, വെള്ള നിറത്തിലാണെങ്കിൽ പറയാൻ വേണ്ട 100 കണക്കിന് റിബൺ. നീ ചോദിച്ചത് ഒരു റിബണാണ്. ആ വീട്ടിലുള്ള ഓരോരുത്തരെയും റെപ്രസെന്റ് ചെയ്ത് ഓരോ നിറത്തിലുള്ള റിബൺ ആ മരം മുഴുവൻ നിറച്ചിരിക്കുന്നു. ആ വീട്ടിലുള്ള എല്ലാവരും പറയുന്നു, വെൽക്കം ഹോം, വെൽക്കം ഹോം. ദയവായി സ്വാഗതം വീട്ടിലേക്ക് വന്നാട്ടെ. ഞങ്ങളുടെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ വീട് നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇന്ന് രാത്രി ദൂതന്മാർ സന്തോഷിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവായ യേശു നിന്നെ ഉറ്റുനോക്കിയാണ്. നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച്, നിന്റെ പിന്മാറ്റ ജീവിതത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്നു, യെസ്, വെൽക്കം ഹോം, നിന്റെ ഭവനത്തിലേക്ക് സ്വാഗതം.
അതിരകളെ തുറന്ന് ശക്തിയോടെ ദൈവജനം ദൈവത്തെ സ്തുതിച്ച്, നഷ്ടപ്പെട്ട പുതിയൊരു ചെരുപ്പ്, നഷ്ടപ്പെട്ട പുതിയൊരു വസ്ത്രം, നഷ്ടപ്പെട്ട പുതിയൊരു മോതിരം, നഷ്ടപ്പെട്ട പുതിയൊരു ആഘോഷം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതം നഷ്ടം അല്ല. പണം നഷ്ടപ്പെട്ടവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സൽപ്പേര് നഷ്ടപ്പെട്ടവരെ, ശുശ്രൂഷയും അഭിഷേകവും നഷ്ടപ്പെട്ടവരെ, ഇത് നഷ്ടത്തിന്റെ കാലം അല്ല. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ, കരങ്ങളെ ഉയർത്തിയ പാസ്റ്റർ സതീഷ് ഉയർത്തിയ കരങ്ങളെ നോക്ക്. ഇത് നഷ്ടപ്പെട്ട ചോർച്ചയുടെ കരങ്ങളല്ല. ആ രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിക്ക്. ഇത് ചോർച്ചയുടെ കരങ്ങളല്ല, ഇത് നഷ്ടപ്പെട്ടത് 7 മടങ്ങ് 70 മടങ്ങ് തിരികെ പിടിക്കുന്ന കരങ്ങളാണ്. ഓ കമാൺ, തിരികെ പിടിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. ഓ തിരികെ പിടിക്കുന്നവർ ശബ്ദം ഉയർത്തി ആരാധിക്കുക. തിരികെ പിടിക്കുന്നവർ ശബ്ദം ഉയർത്തി ആരാധിക്കുക. ഇന്ന് രാത്രി മീറ്റിംഗിന്റെ 1-ാം ദിവസം തെക്കിനോട് വടക്കിനോട് കിഴക്കിനോട് പടിഞ്ഞാറിനോട് ഞാൻ കൽപ്പിക്കുന്നു, നഷ്ടപ്പെട്ടത് ഈ ജനത്തിലേക്ക് മടങ്ങി വരട്ടെ. കരങ്ങളെ അടിച്ച് ആരാധിച്ച്, കരങ്ങളെ അടിച്ച്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാതെ അതിനെ നിറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം ഏതോ മൈക്രോസ്കോപ്പും വെച്ച് നിന്നെ നോക്കുന്നവനല്ല. അത് മനുഷ്യന്റെ പരിപാടി. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് നിന്നെ മൈക്രോസ്കോപ്പും വെച്ച് നിനക്ക് ഈ കുഴപ്പം ആ കുഴപ്പം എന്ന് നോക്കുന്നവനല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ അളക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെ തൂക്കി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാ നിന്നെ അതിനു വേണ്ടി നിയോഗിച്ചത്? നിന്റെ കയ്യിലുള്ള സ്കെയിലിനെ എറിഞ്ഞുകളാ, നിന്റെ കയ്യിലുള്ള തുലാസിനെ എറിഞ്ഞുകളാ. മറ്റുള്ളവരെ അളക്കാൻ നീ ആരാ? മറ്റുള്ളവരെ തൂക്കാൻ നീ ആരാ? ആരും മിണ്ടുന്നില്ല. ചില 2 അങ്കിളുമാരെന്നെ തുറിച്ചു നോക്കി, ഇവൻ ഇപ്പോഴും ഉണ്ടോന്നോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. കമാൺ, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ 2 അങ്കിളുമാരെ കൂടെ നോക്കി ഞാൻ വളരെ കറക്റ്റായി പറയട്ടെ, ആരാ മറ്റൊരുത്തനെ വിധിപ്പാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന തുലാസിനെ എറിഞ്ഞുകളാ, നിന്റെ കയ്യിലിരിക്കുന്ന ആ ടേപ്പിനെ എറിഞ്ഞുകളാ. എന്റെ ദൈവം മറ്റുള്ളവനെ അളക്കാനും തകർക്കാനുമല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമിക്ക്, മറ്റുള്ളവരോട് ക്ഷമിക്ക്, ദൈവദാസന്മാരോട് ക്ഷമിക്ക്, ബന്ധുക്കളോട് ക്ഷമിക്ക്. ഇല്ലാതെ കയ്പും പകയുമായി നടക്കരുത്. താറാവിനെ കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. താറാവിനെ കണ്ടിട്ടുള്ളവർ, താറാവിനെ ബാക്കിയുള്ളവർ തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. താറാവ് മിസ്റ്റർ താറാവ്, സഹോദരൻ താറാവ് മിക്കവാറും വെള്ളത്തിലാണ് ജനിച്ച് വളർത്തപ്പെടുന്നത്. വെള്ളത്തിലാണ് പുള്ളി കിടക്കുന്നത്, വെള്ളത്തില. പക്ഷെ വെള്ളത്തിൽ നിന്ന് താറാവ് കരയിലേക്ക് കയറി നിന്ന് വല്ലാതെ ഒന്ന് കുടയും. കടക്കടയായതുകൊണ്ട് ഞാൻ കുടഞ്ഞ് കാണിക്കുന്നില്ല. നോർത്ത് ഇന്ത്യ ആയിരുന്നെങ്കിൽ ഞാൻ കുടഞ്ഞേനെ. കാരണം കട്ടക്കട നിന്ന് കുടഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കുടയും. ഓ ഹല്ലേലൂയ. ഈ വെള്ളത്തിൽ നിന്ന് താറാവ് കരയിൽ കയറി നിന്ന് കുടയുമ്പോ ആ സഹോദരൻ താറാവിന്റെ അല്ലെങ്കിൽ താറാവിന്റെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് വെള്ളമില്ലാത്ത ഭൂഖണ്ഡത്തിലാണ് പുള്ളി ജനിച്ചു വളർത്തപ്പെട്ടതടേ എന്ന് തോന്നുന്ന രീതിയിൽ പുള്ളിയുടെ കണ്ടീഷനാണ്. അവൻ കുടഞ്ഞു കളയുമ്പോ ജലാംശം പിന്നെ കാണത്തില്ല. ഇന്ന് രാത്രി പാസ്റ്റർ സതീഷേ, ആരൊക്കെ കുടഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേട്ടോ, ആരൊക്കെ കുടഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ കയ്പ് വേണ്ട, വിട്ടുകളാ. ആ വിരോധം വേണ്ട, വിട്ടുകളാ. ആ പിണക്കം വേണ്ട, വിട്ടുകളാ. മറ്റുള്ളവനെ വിമർശിക്കുന്ന അനുഭവം നിന്റെ ലൈഫിൽ വേണ്ട. അത് നിനക്ക് നല്ലതല്ല, നിന്റെ സന്താനത്തിന് നല്ലതല്ല. ക്ഷമിക്ക്. ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല, ദൈവം സ്തോത്രം ക്ഷമിക്കുന്നവനാണ്. എന്റെ ദൂത് മനസ്സിലായവരൊക്കെ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ബ്രോ. ദൈവം ക്ഷമിക്കുന്നവനാണ്. ജീവിതത്തിൽ ആരൊക്കെ സ്തോത്രം ദൈവകൃപയാൽ മാനിക്കപ്പെട്ടോ അവരെല്ലാവരും ക്ഷമിക്കുന്നവനാണ്. ഒരിക്കൽ കൂടെ, ജീവിതത്തിൽ ആരൊക്കെ ഉയർത്തപ്പെട്ടോ അവരെല്ലാവരും ക്ഷമിക്കുന്നവരാണ്. ശുശ്രൂഷയിൽ ആരൊക്കെ നന്നായോ അവരെല്ലാവരും ക്ഷമിക്കുന്നവരാണ്. ശുശ്രൂഷയിൽ ആരൊക്കെ വിശാലമായോ അവരാരും വെള്ളടക്കാരല്ല, കാട്ടക്കടക്കാരല്ല, അവരെല്ലാവരും സ്തോത്രം ക്ഷമിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഏതോ പാസ്റ്റർ മുഖം കറുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ നിലനിൽപ്പിന് വേണ്ടി. സ്തോത്രം. ശുശ്രൂഷയിൽ ആരും നന്നായോ അവരെല്ലാവരും ക്ഷമിക്കുന്നവരാണ്. സ്തോത്രം. അല്ലാതെ ക്ഷമിക്കാതെ ഇഞ്ചി കടിച്ച് കുരങ്ങനെ പോലെ വന്ന് സഭയിൽ വന്ന് ഇരിക്കുന്നവനല്ല. നോ, ഇന്ന് രാത്രി ക്ഷമിക്കണം. ആരൊക്കെ ഉയർത്തപ്പെട്ടോ ആരൊക്കെ മാനിക്കപ്പെട്ടോ അവരെല്ലാവരും ക്ഷമിക്കുന്നവരാണ്. ബ്രദർ സുരേഷ് ബാബു ഉള്ളത് തന്നെ റിയലി നിലത്ത് കിടന്ന് 3.5 മണിക്കൂറോളം ഉരുണ്ട് കിടന്ന് നിലവിളിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട് ക്ഷമിക്കുവാൻ വേണ്ടി. ചിലരോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു.
ചിലരോട് എനിക്ക് 3.5 മണിക്കൂർ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു. അവരോട് ക്ഷമിച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രി അനേകർക്ക് അനുഗ്രഹമായി ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നിൽക്കുന്നത്. യെസ് യെസ് യെസ്. ആരോടോ നിനക്കുള്ള കയ്പുണ്ടല്ലോ, ഇന്ന് രാത്രി തുപ്പിക്കള. അടുത്തിരിക്കുന്നവരെ നോക്കി തുപ്പല്ലേ. സ്തോത്രം. അതെ, ഇന്ന് രാത്രി ആരോടോ ഉള്ളതായ കയ്പ് നമുക്ക് തുപ്പിക്കളയണം. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ സകല കയ്പും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ആരോടോ നമുക്ക് ക്ഷമിക്കാനുണ്ട്. എവരി സ്പിരിറ്റ് ഓഫ് ബിറ്റർനെസ്, എല്ലാ കയ്പിന്റെ ആത്മാവ്, ഓ കമാൻ, നിങ്ങൾ കേട്ടില്ല, എല്ലാ കയ്പിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് വിട്ടുപോകട്ടെ. അങ്കിളെ എന്തൊരു പറയുന്നു. ആ സൺഡേ സ്കൂൾ ടീച്ചർ ഞാൻ ചെറുപ്പമായിരുന്നപ്പോ എന്നെ മാത്രം വഴക്ക് പറഞ്ഞു. 1ാം ക്ലാസ്സിൽ അവൻ്റെ ബൊസ്തോ അടിച്ചു മാറ്റി, 2ാം ക്ലാസ്സിൽ മഴയെ തള്ളി. ഈ ഗ്രൗണ്ടിൽ ആ ബിജോയും കൂട്ടരും എന്നെ ചെളിയിൽ തള്ളിയിട്ടു. റിയലി ആ ബിജോയ് എവിടെയെന്ന് എനിക്കറിയത്തില്ല. ഓ കമോൺ, ഹല്ലേലൂയ. പക്ഷേ ചെറിവാരിയവനും തള്ളിയവനും അവരെല്ലാം കുഴി കിടന്നപ്പോൾ ഇന്ന് രാത്രി ക്ഷമിക്കുന്നെങ്കിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഏറ്റവും വലിയ കാര്യം പറയട്ടെ, കർത്താവ് യേശു ക്രിസ്തു 7 സ്റ്റേറ്റ്മെന്റ് ആണ്, 7 പ്രസ്താവനകളാണ് ക്രൂസിൽ പറഞ്ഞത്. അത് ആദ്യം ക്രൂസിൽ കയറിയ ഉടനെ തന്നെ ആദ്യം കർത്താവ് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്റെ നന്മ അനുഭവിച്ചവന്മാരാണ്. ഞാൻ വയറ് നിറയെ അപ്പം കൊടുത്തതാണ്. അപ്പം തിന്നിട്ട് എന്ന് നീട്ടി പാടിയവനാ. എന്റെ സൗഖ്യം മേടിച്ചവനാ. എന്റെ പൈസ കിട്ടിയവനാ. എന്റെ നന്മ കിട്ടിയവനാ. പക്ഷേ സ്തോത്രം, കൂടെ നിന്ന് കുതികാൽ വെട്ടി. പിതാവേ അവൻ തൊലയട്ടെ, പക്ഷെ എനിക്കൊരു പ്രമോഷൻ വേണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എനിക്കുള്ള ദൂത് ഇതാണ്. 2023 ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിക്ക് ഒരു ഉയർച്ചയുടെ വർഷമാണ്. 2023 നിന്റെ ജീവിതത്തിൽ നന്മയുടെ വർഷമാണ്. ഈ മൈക്കും കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ചിലതിന്റെ തലയ്ക്ക് പിടിച്ചു പറവാനിരിക്കും നിയോഗമുണ്ട്. നീ ചിന്തിച്ചിട്ടില്ലാത്തത് നന്മയാ നിനക്ക് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. നീ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വഴിയും വാതിലും നിന്റെ തലമുറയ്ക്കായി തുറക്കുവാൻ വേണ്ടി പോകുന്നു. ഓ ഇതുവരെ നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിടുതലുകൾ നിന്റെ വീടിനകത്തും പുറത്തും സംഭവിക്കാൻ വേണ്ടി പോകുന്നു. 2023 നിന്റെ വിശാലതയുടെ വർഷമാണ്, ഉയർച്ചയുടെ വർഷമാണ്. ശബ്ദമുയർത്തി. സംഭവിക്കട്ടെ. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല നിന്റെ വീട്ടിൽ വിടുതൽ നടക്കുന്നു. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ഇവിടെ മാത്രമല്ല നിന്റെ വീട്ടിൽ ദൂതന്മാർ ദൈവദൂതന്മാർ ഇറങ്ങി നടക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അവൻ ക്ഷമിക്കാതിരുന്നെങ്കിൽ അരുമത്തിൽ യോസെഫിന്റെ കല്ലറ ഇന്നും അടഞ്ഞു കിടന്നേനെ. ഇന്നും പലരുടെ കല്ലറകൾ അടഞ്ഞു കിടന്ന് നാറുന്നത്, പലരുടെ ശുശ്രൂഷകളും പലരുടെ ആത്മീയം നാറുന്നത് പലരോട് ക്ഷമിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ചത്തുപോയ ദർശനങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി ഉയർത്തെഴുന്നേൽക്കട്ടെ. ചത്തുപോയ ആഗ്രഹങ്ങൾ മുഴുവൻ ഇന്ന് രാത്രി പുനരുദ്ധാനവും ജീവനുമായി പുറത്തു വരട്ടെ. ആരും മിണ്ടുന്നില്ല. ചത്തുപോയ ആഗ്രഹങ്ങളെല്ലാം പുറത്തു വരട്ടെ. ചത്തുപോയ എഡ്യൂക്കേഷൻ പുറത്തു വരട്ടെ. മക്കളെ, ചത്തുപോയി എന്ന് കരുതുന്ന നല്ല ഭാവികളെല്ലാം പുറത്തു വരട്ടെ. യേശു നിന്നെ തൊടുകയാണ്. യേശു നിന്നെ വിടുവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു മണ്ഡലത്തിലേക്ക് കർത്താവ് നിന്നെ കയറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ക്ഷമിക്ക്, മനഃപൂർവ്വം ക്ഷമിക്ക്. ആരോ പറയും, ഓർമ്മ വെച്ച നാൾ മുതലേ കണ്ണുനീരിന്റെ താഴ്വരയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ പോലെ എന്റെ ക്ലാസ്സിൽ കരഞ്ഞ ആരുമില്ല. എന്റെ പ്രായത്തിൽ എന്നെ പോലെ ക്രൈസിസ് കണ്ട മറ്റൊരുത്തനില്ല. അങ്ങനെ പറയുന്ന ഒരുത്തനായിരുന്നു യോസെഫ്. ഈ ഇൻട്രഡക്ഷനോടെ ഞാൻ ഇന്നത്തെ പ്രസംഗം തുടങ്ങട്ടെ. സ്തോത്രം. അതെ, അങ്ങനെ നിങ്ങൾ കേട്ടില്ല. ഓ കമാൻ, സ്തോത്രം. ഞാൻ പറഞ്ഞ ഈ ഇൻട്രൊഡക്ഷനോടെ ഇന്നത്തെ പ്രസംഗം തുടങ്ങട്ടെ എന്നാണ്. സ്തോത്രം. അതെ, നോക്ക്. അങ്ങനെ 17-ാമത്തെ വയസ്സ് മുതൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും അധികമായി കഷ്ടം അനുഭവിച്ച്
ആരംഭിച്ച മനുഷ്യനാണ് ഈ യോസെഫ്. യോസെഫ് 17-ാമത്തെ വയസ്സ് വരെ സോഫ്റ്റ് ഫീറ്റഡ് പേഴ്സൺ ആയി, ഏറ്റവും സ്തോത്രം ആശ്വാസത്തിന്റെ പുത്രനായി, നന്മയുടെ പുത്രനായി സ്തോത്രം തൻ്റെ വീട്ടിൽ പാർത്തിരുന്ന. ഇവിടെ ഇതാ ആരും കൈവർത്തണ്ട, അപ്പൻ്റെ ഏറ്റവും ഇഷ്ടപുത്രന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. ഇപ്പോൾ സ്തോത്രം പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെ ഏറ്റവും ഇഷ്ടപുത്രനാണ്. സ്തോത്രം. യോസെഫ് അപ്പൻ്റെ ഏറ്റവും നല്ല പുത്രനായി അവൻ കാണപ്പെട്ടു. പക്ഷെ അവൻ്റെ പുറത്തും അനുഗ്രഹം ഉണ്ടായിരുന്നു, അവൻ്റെ അകത്തും അനുഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ അകത്ത് സ്വപ്നം ഉണ്ടായിരുന്നു, അവൻ്റെ പുറത്ത് അങ്കി ഉണ്ടായിരുന്നു. അവൻ അകത്തും പുറത്തും അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർക്ക് വല്ലാത്തൊരു അസൂയ തോന്നി. എന്തോ തോന്നി? പറ, ശബ്ദമുയർത്തി പറ. അസൂയ തോന്നി. ഈ പെന്തിക്കോസ് ഉണർവ് ആരംഭിച്ചതായ തെരുവിന്റെ പേരാണ് അസൂസ തെരുവ്. അസൂസ. ഞാൻ പോയിട്ടുണ്ട് അസൂസ. ഈ അസൂയുള്ള ഒറ്റ ഒരുത്തനും അസൂസ കാണത്തില്ല. ഓ കം ഓൺ, ഹല്ലേലൂയ. അസൂയയുടെ ഹൃദയത്തിന്, ചേച്ചി, അസൂയയുടെ ഹൃദയത്തിന്, ആന്റി, അസൂയയുടെ ഹൃദയത്തിന് ആത്മാവിന്റെ തീയെ ചുമക്കാൻ കഴിയത്തില്ല. അവനെ കുഴിയെ തള്ളിയിട്ട്, നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി, അവനെ കുഴിയെ തള്ളിയിട്ട് അവന്റെ വസ്ത്രത്തെ ഊരി. പക്ഷെ ഞാൻ പറയട്ടെ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മനുഷ്യനിട്ട അപ്പനിട്ടതായ അങ്കിയെ മനുഷ്യന് ഊരാം, പക്ഷെ ദൈവം കൊടുത്ത സ്വപ്നത്തെ മനുഷ്യൻ ആർക്കും മോഷ്ടിപ്പാൻ കഴിയാതില്ല. ദൈവം നിനക്ക് തന്ന ദർശനത്തെ, ദൈവം നിനക്ക് തന്ന ശുശ്രൂഷയെ, ദൈവം നിനക്ക് തന്ന അഭിഷേകത്തെ, ഹലോ, ദൈവം തന്ന ആരെയല്ലോ, കൗൺസിലല്ല, കമ്മിറ്റിയല്ല. If God give you a ministry, if God has given you an anointing, no devil, no man can take it away. ദൈവം എന്തെങ്കിലും നിനക്ക് തന്നു എങ്കിൽ അതിനെ മോഷ്ടിച്ചെടുപ്പാൻ ഒരു കൗൺസിലും ഒരു കമ്മിറ്റിക്കും ഒരിക്കലും കഴിയത്തില്ല. കാരണം പഞ്ചായത്ത് വാർഡ് മെമ്പർ അല്ല നിനക്കത് തന്നത്, സ്വർഗത്തിലെ ദൈവമാണ് നിന്നെ അത് ഏൽപ്പിച്ചത്. 10 കള്ളസാക്ഷികൾ കീറ്റ തുണിയുമായി അപ്പന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നമ്മുടെ യോസെഫ് ചത്തുപോയി, നമ്മുടെ യോസെഫ് ചത്തുപോയി. അവൻ അടിമച്ചന്തയിൽ പോയി, അവൻ പൊത്തിഫറയുടെ വീട്ടിൽ പോയി. സ്തോത്രം. അതെ, അവൻ ജയിലിൽ കിടന്നു, പട്ടിയെ പോലെ അവൻ ജയിലിൽ കിടന്നു. അങ്ങനെയാ ഒറിജിനൽ ചരിത്രം പറയുന്നത്. അവൻ്റെ സഹോദരന്മാർ കാരണമാണ് അവൻ കുഴിയിൽ വീണത്, അവൻ അടിമച്ചന്തയിൽ വീണത്, അവൻ അടിമച്ചന്തയിൽ പോയത്, അവൻ പൊത്തിഫറയുടെ വീട്ടിൽ വെച്ച് അപവാദം കേട്ടത് സ്വന്തം സഹോദരന്മാർ നിമിത്തമാണ്. അന്യർ നിന്നെ ഉപദ്രവിച്ചാൽ നിനക്ക് സഹിക്കും, പക്ഷെ സ്വന്തം രക്തം നിന്നെ ഉപദ്രവിച്ചാൽ നിനക്ക് എങ്ങനെ സഹിക്കാൻ പറ്റുക? ബ്രദർ സുരേഷ് ബാബു ഇങ്ങനെ പറയാറുണ്ട്, അകലെ നിന്ന് ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാൽ നമുക്ക് ഒഴിയാം, പക്ഷെ അടുത്ത് നിന്ന് ഒരുത്തൻ പിന്നുകൊണ്ട് കുത്തിയാൽ നിനക്ക് ഒഴിവാൻ കഴിയത്തില്ല. അർത്ഥം, നിന്നെ ഏറ്റവും കൂടുതൽ പലപ്പോഴും വേദനിപ്പിക്കുന്നത് അകന്ന് നിൽക്കുന്നവരല്ല, നിന്നെ പലപ്പോഴും കരയിപ്പിക്കുന്നത് നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരാണ്. ഓ ഹല്ലേലൂയ. എൻ്റെ സ്വന്തം സഹോദരന്മാർ ഇടയ്ക്കിടയ്ക്ക് യോസെഫ് വിചാരിക്കുകയായിരിക്കും, എങ്കിലും എൻ്റെ രൂപൻ അണ്ണൻ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കൈ ഉയർത്തില്ല. സ്തോത്രം. എൻ്റെ ശിമയോൻ അണ്ണൻ, എൻ്റെ യഹൂദ അണ്ണൻ, എൻ്റെ ലേവി അണ്ണൻ, എന്നെ വിറ്റ് പൈസയാക്കിയത് യഹൂദ അണ്ണനാണ്. ഓ സ്തോത്രം. അതെ, ഈ അണ്ണന്മാര് എങ്കിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ എന്നെ തള്ളിയല്ലോ, എൻ്റെ വസ്ത്രം ഊരിയല്ലോ, എന്നെ നാണം കെടുത്തിയല്ലോ, വേണമെന്ന് വെച്ച് എന്നെ തകർത്തല്ലോ. ചിലർ നിന്നെ വേണമെന്ന് വെച്ച് നിനക്കെതിരെ അപവാദം പറഞ്ഞു, ചിലർ വേണമെന്ന് വെച്ച് നിന്നെ തള്ളി, ചിലർ വേണമെന്ന് വെച്ച് നിന്നെ തകർത്തു, ചിലർ വേണമെന്ന് വെച്ച് നിന്നെ കരയിപ്പിച്ചു. എനിക്കിന്ന് രാത്രി ഇങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും ഒക്കെ നിന്ന് പ്രസംഗിക്കാനാണ് നിയോഗം. വേണമെന്ന് വെച്ച് ചില സഭക്കാർ നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി, വേണമെന്ന് വെച്ച് ചിലർ നിന്നെ മുറിവേൽപ്പിച്ചു, വേണമെന്ന് വെച്ച് ചിലർ നിന്നെ തള്ളിക്കളഞ്ഞു, വേണമെന്ന് വെച്ചിട്ട് മക്കളെ സ്തോത്രം മനുഷ്യൻ നിന്നെ കരയിപ്പിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഈ 9-ാം തീയതി തമ്പുരാൻ പറയുന്നു, അവരുടെ മുൻപിൽ നിന്റെ പേരിൽ എനിക്കൊരു അനുഗ്രഹം പകരാനുണ്ട്. കേട്ടോ, അവരുടെ മുൻപിൽ അങ്ങ് കാശ്മീരിലും പഞ്ചാബിലുമല്ല, നോ, അവരുടെ മുൻപിൽ ആ അക്കന്മാരുടെ മുൻപിൽ, ആ ചേച്ചിമാരുടെ മുൻപിൽ, ആ ബന്ധുക്കളുടെ മുൻപിൽ, ആ സ്വന്തക്കാരുടെ മുൻപിൽ, അവരുടെ മുൻപിൽ നിന്റെ ശവപ്പെട്ടി വെക്കും എന്നല്ല തമ്പുരാൻ പറഞ്ഞത്. അവരുടെ മുൻപിൽ നിനക്കൊരു സ്പെഷ്യൽ അനുഗ്രഹം. അവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിപ്പാൻ പോകുന്നു, അവരുടെ മുൻപിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു, അവരുടെ മുൻപിൽ ദൈവം നിന്നെയും നിന്റെ തലമുറയും ദൈവം ഉയർത്തി മാനിക്കുവാൻ പോകുന്നു.
കാരണം സ്വപ്നം കാണുന്നവനായി യോസഫ് കാരാഗൃഹത്തിൽ വീണു. സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി അവൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. സതീഷ് പാസ്റ്റർ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ. സ്വപ്നം കാണുന്നവനായി, ഞാൻ എന്താ പറഞ്ഞേ? സ്വപ്നം കാണുന്നവനായി കാരാഗൃഹത്തിൽ വീണു. സ്വപ്നം കാണുന്നവനായി കാരാഗൃഹത്തിൽ വീണു. പക്ഷെ എന്റെ പൊന്നു സഹോദര, നീ പ്രശ്നത്തിൽ കയറുന്നത് പോലെയല്ല, നീ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അവൻ സ്വപ്നം കാണുന്നവനായിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുക. അവൻ സ്വപ്നം കാണുന്നവനായി അവൻ കാരാഗൃഹത്തിൽ വീണു. പക്ഷെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി അവൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് ഇന്ന് രാത്രി ക്രൈസിസിൽ കിടക്കുമ്പോൾ, കണ്ണുനീരിൽ കിടക്കുമ്പോൾ, വ്യഥയിലും വേദനയിലും പോകുമ്പോൾ നിന്റെ അഭിഷേകം വർദ്ധിക്കുകയാണ്. നിന്റെ അഭിഷേകം വർദ്ധിക്കുകയാണ്. നിന്റെ കണ്ണുനീരിലും താഴ്വരയിലും തീച്ചൂളയിലെഴുതി പോകുമ്പോൾ നിന്റെ അഭിഷേകത്തിൽ വർദ്ധനവ് 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 വർദ്ധനവ്. ഇത് ലോകത്തിന്റെ ദിവസങ്ങളല്ല, മങ്ങി കത്തുന്ന നീ ആളി കത്തുന്നു. സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി നിക്ക് പോലെ കേക്ക് മേടിച്ചു തരാം വല്ലവരും, ഞാനല്ല. സ്തോത്രം. അതെ നോക്ക്, അതെ സ്തോത്രം. നോക്ക്, അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി അവൻ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്ന് ഫറവോന്റെ മുമ്പിൽ ദൈവദാസനെ, ഇവൻ പ്രധാനമന്ത്രി ആയത് എൻ്റെ അപ്പൻ്റെ വീട്ടിലെ അഭിഷേകം കൊണ്ടല്ല. ഫറവോന്റെ മുൻപിൽ ഇവൻ പ്രധാനമന്ത്രി ആയത് ഇവന്റെ നല്ല കാലത്തെ സ്വപ്നം കൊണ്ടല്ല, ഇവന്റെ കഷ്ടകാലത്തെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോ അവനുണ്ടായതായ ആ അഭിഷേകം കൊണ്ടാണ് അവൻ ഉയർത്തപ്പെട്ടെങ്കിൽ. ഇതെവിടെന്നാ അങ്കിളെ കിട്ടിയത്? ഇതെവിടെന്നാ ദൈവദാസനെ കിട്ടിയത്? ഇത് എപ്പോഴാണ് ഉണ്ടായത്? പറ കാട്ടക്കടക്കാരോട്, അല്ലെങ്കിൽ കേരളത്തോട്, ഇന്ത്യൻ ചർച്ചിനോട് വിളിച്ചു പറ, എന്റെ നല്ല കാലത്തല്ല, എന്റെ കഷ്ടകാലത്താണ്. എന്റെ കഷ്ടകാലത്താണ് എന്റെ ദൈവം എന്നെ ഉയർത്തിയത്, എന്നെ മൂർച്ച വരുത്തിയത്, എന്നെ മാനിച്ചത്. Come on, ശബ്ദമുയർത്തി 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 ശബ്ദമുയർത്തി. യെസ് 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 യെസ്. നീ ഇന്നലകളിൽ കരഞ്ഞ കുറച്ച് കണ്ണുനീരുണ്ട്. ഇന്നലത്തെ നിനക്ക് ദുഃഖമുണ്ട്. ഇന്നലത്തെ കുറച്ച് തിന്മയുടെ കാലമുണ്ട്. ഇന്നലത്തെ കുറച്ച് പ്രതിസന്ധിയുടെ നേരമുണ്ട്. തമ്പുരാൻ പറയുന്നു, അതിനെല്ലാം അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന അളവിൽ, അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന അളവിൽ ഞാൻ നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ഞാൻ നിന്നെ മാനിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം ഞാൻ ദൈവം ആർക്കും കടക്കാരനല്ല. ഓ ഒരുങ്ങിക്കോ. 2023 ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോം, ഒരു സ്പെഷ്യൽ അവസരം ഞാൻ വീണ്ടും പ്രവചിക്കും. 2023 ചില സ്പെഷ്യൽ അവസരങ്ങൾ നിന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടാകാൻ പോകുന്നു. നിന്റെ അങ്കിളിന്റെ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നു. നിന്റെ കുടുംബ വീട്ടിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചേ. എഴുന്നേറ്റ് നിന്ന് സ്തോത്രം. എവിടെയാണോ നീ കരഞ്ഞത്? എവിടെയാണോ നീ അപമാനിക്കപ്പെട്ടത്? എവിടെയാണോ നിന്റെ തല കുനിഞ്ഞത്? എവിടെയാണോ നിനക്ക് പ്രശ്നമുണ്ടായത്? അവരുടെ മുൻപിൽ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു സീസൺ ഉണ്ടാകാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നവർ ആരാധിക്കും? വിശ്വസിക്കുന്നവർ നന്ദി പറയുക. യെസ് 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 യെസ്. വിശ്വസിക്കുന്നവർ ഇന്നലെ നീ കണ്ട പ്രശ്നത്തിനും, ഇന്നലെ നീ അപമാനിക്കപ്പെട്ടതിനും, അപവാദം കേട്ടതിനും, കുഴിയിൽ വീണതിനും, കള്ളക്കേസ് ഉണ്ടായതിനും, കോടതി കയറിയതിനും, പ്രശ്നങ്ങൾ തിരമാലകൾ പോലെ, കൊടുങ്കാറ്റുകൾ പോലെ കടന്നു വന്നതിന്, ഇതുവരെ നീ ചിന്തിച്ചിട്ടില്ലാത്ത പടവുകൾ, ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഉയർച്ചകൾ, ഇതുവരെ ഇല്ലാത്തതായ നന്മകൾ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നാളെയല്ല, അടുത്ത ക്രിസ്മസിനല്ല, ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്നു. ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്നു. Come on people, ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്നു. കലവറകൾ നിറയുന്നു, കലവറകൾ നിറയുന്നു, കലവറകൾ നിറയുന്നു. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി നിനക്കൊരു കലവറയുണ്ട്. നിനക്കൊരു കലവറയുണ്ട്. നിനക്കൊരു കലവറയുണ്ട്. നീ കാലഘട്ടത്തിന്റെ കലവറയാണ്.
നീ യോസേഫിന്റെ കലവറ പോലെ, ആർക്കും വേണ്ടേ? നീ യോസേഫിന്റെ കലവറ പോലെ, യോസേഫിന്റെ കലവറ പോലെ, യോസേഫിന്റെ കലവറ പോലെ നീ ശോഭിക്കുവാൻ പോകുന്നു. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. കലവറകൾ നിറയട്ടെ, കലവറകൾ നിറയട്ടെ. വെളിപ്പാടിന്റെ കലവറകൾ നിറയട്ടെ. വെളിപ്പാടുകളാൽ കലവറകൾ നിറയട്ടെ. പ്രവചന ദൂതിനാൽ കലവറകൾ നിറയട്ടെ. പാസ്റ്റേഴ്സ്, പ്രവചന ദൂതിനാൽ കലവറകൾ നിറയട്ടെ. വചനത്താൽ കലവറകൾ നിറയട്ടെ. വചനത്താൽ കലവറകൾ നിറയട്ടെ. രോഗശാന്തിയാൽ കലവറകൾ നിറയട്ടെ. ഭൂതങ്ങളുടെ മേലുള്ള അധികാരത്താൽ കലവറകൾ നിറയട്ടെ. യെസ്, ഈ തലമുറയിൽ ഞാൻ കാണുന്നത് കലവറകൾ. സ്റ്റോർ ഹൗസ്, സ്റ്റോർ ഹൗസ്, സ്റ്റോർ ഹൗസ്. കലവറകൾ, കലവറകൾ. ഓ, ജനലക്ഷങ്ങൾക്ക് വിളമ്പി കൊടുക്കേണ്ട, ഞാൻ ആവർത്തിക്കുന്നു, ജനലക്ഷങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്ന ദൈവിക കലവറകൾ. ഇവിടെ ആയിരിക്കുന്ന കുട്ടികളെ നോക്കി ഞാൻ പറയട്ടെ, മിഷണറി ആത്മാവിനാൽ. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ മിഷണറി ആത്മാവിനാൽ ലോകരാജ്യങ്ങളിൽ, ലോകരാജ്യങ്ങൾക്ക് വിളമ്പുവാൻ, ലോകരാജ്യങ്ങൾക്ക് വിളമ്പുവാൻ. Come on, take it in Jesus' name. കരവരകൾ നിറയുന്നു, സ്വപ്നത്തിൽ നിറയുന്നു. കണ്ണുകൾ അടച്ച് വാതുറന്ന് അന്യഭാഷ പറ, വാതുറന്ന് അന്യഭാഷ പറ, വാതുറന്ന് അന്യഭാഷ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിക്ക്. വ്യാഖ്യാനത്തിന്റെ ഭാഷ വിളിച്ചു പറ. യെസ്, യെസ്, യെസ്. ഉറവകൾ തുറക്കുന്നു. ലോകരാജ്യങ്ങൾ, nations of the world, nations of the world, international, international, international. തുറക്കട്ടെ, തുറക്കട്ടെ, തുറന്നു വരട്ടെ. കലവറകൾ തുറക്കട്ടെ. വെളിപ്പാടിന്റെ, വചനത്തിന്റെ, രോഗശാന്തിയുടെ, കൃപാവരത്തിന്റെ, മിഷൻ സെന്ററിന്റെ, ചർച്ച് പ്ലാന്റിങ്ങിന്റെ, ട്രെയിനിങ്ങിന്റെ, ബൈബിൾ കോളേജിന്റെ കലവറകൾ തുറക്കട്ടെ. Yes, 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 yes. Yes. ഒരു 60 സെക്കൻഡ് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്ക്. അത് പറഞ്ഞിട്ട് 60 സെക്കൻഡ്, 1 മിനിറ്റ് അന്യഭാഷകൾ, അന്യഭാഷ പുറത്തു വരട്ടെ. ആ പുതിയ ഭാഷ പുറത്തു വരട്ടെ. ആ പുതിയ നിയോഗം പുറത്തു വരട്ടെ. ആ പുതിയ അഭിഷേകം പുറത്തു വരട്ടെ. Yes, yes, yes. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ദുഷ്ടൻ മണ്ണിട്ട് മൂടിയതെല്ലാം പുറത്തു വരട്ടെ. ശത്രു മണ്ണിട്ട് മൂടിയതെല്ലാം പുറത്തു വരട്ടെ. യെസ്, യെസ്. ഇന്ന് രാത്രി മുതൽ സ്വപ്നം, ഇന്ന് രാത്രി മുതൽ ദർശനം. ഞാൻ ആവർത്തിക്കും, ഇന്ന് രാത്രി മുതൽ സ്വപ്നം, ഇന്ന് രാത്രി മുതൽ ദർശനം. ഇന്ന് രാത്രി മുതൽ നീ ബൈബിൾ വായിക്കുന്നത് ഇന്നലെ വരെ വായിച്ചതുപോലെ അല്ല. ഇന്ന് രാത്രി മുതൽ നീ ബൈബിൾ വായിച്ചത് ഇന്നലെ വായിച്ചതുപോലെ അല്ല. കഴിഞ്ഞ ഞായറാഴ്ച വരെയല്ല, അടുത്ത ഞായറാഴ്ച നിന്റെ ചർച്ചിൽ നീ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഓ, കഴിഞ്ഞ ഞായറാഴ്ച വരെയല്ല, അടുത്ത ഞായറാഴ്ച നീയും നിന്റെ സഭയെ. യെസ്, കലവറകൾ നിറയട്ടെ. സ്റ്റോർ ഹൗസ് തുറന്നുകൊണ്ടല്ലോ, നിറഞ്ഞ കലവറയാണുണ്ടെങ്കിലോ, നിറഞ്ഞ കലവറയാണ്. കേൾക്കാമോ? നിറഞ്ഞ കലവറ നിറഞ്ഞുകൊണ്ടല്ലോ രാജ്യങ്ങൾ നിന്റെ മുൻപിൽ കൂടും. വേണ്ടേ, വേണ്ടേ? ചുരിദാറിട്ട മക്കളെ, അത് തന്നെ. യെസ്, യെസ്. നിന്റെ മേലെ ഒരു വിളിയുണ്ട്, നിന്റെ മേലെ ഒരു വിളിയുണ്ട്. നിലവിളിയുള്ള ഒന്നും ഇന്ന് രാത്രി ഈ പന്തലിൽ കയറിയിട്ടില്ല. വിളിയുള്ളത് മാത്രമേ ഈ പന്തലിൽ കയറിയിട്ടുള്ളൂ. കലവറ നിറഞ്ഞു കഴിഞ്ഞാൽ യോസേഫിന്റെ മുൻപിൽ രാജ്യങ്ങൾ വരികയാണ്, രാജ്യങ്ങൾ വരികയാണ്. ഞാൻ ഈ കാറിൽ ഇറങ്ങിയപ്പോൾ ഹിന്ദിയിലാണ് ട്രാൻസ്ലേഷൻ കേട്ടത്. സതീഷ് പാസ്റ്ററിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങൾ ഹിന്ദിയിൽ മാത്രമല്ല, ഇംഗ്ലീഷിലായിരിക്കും ട്രാൻസ്ലേഷൻ വെളിപ്പെടാൻ പോകുന്നത്. യെസ്, കാര്യമാണ്. രാജ്യങ്ങൾ ഒരുമിച്ച് കൂടാൻ പോവാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. രാജ്യങ്ങൾ ഒരുമിച്ച് കൂടാൻ പോവാ, രാജ്യങ്ങൾ ഒരുമിച്ച് കൂടാൻ പോവാ.
ആരുടെയെങ്കിലും ഒരു കൊടയുണ്ടെങ്കിൽ താ. ആരുടെയെങ്കിലും 34 വർഷം ഞാൻ ചെയ്യാത്ത ഒരു പ്രൊഫറ്റിക് ആക്ഷൻ ചെയ്യാൻ പോവാ. ആരുടെ കയ്യിലെങ്കിലും ഒരു കൊടയുണ്ടെങ്കിൽ തന്നോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യെസ് യെസ് യെസ്. കഴിഞ്ഞ സ്തോത്രം. അതെ, നിന്റെ കയ്യിൽ ആണ്ടി തന്നെ സ്തോത്രം. നിന്റെ കയ്യിൽ കർത്താവ്, നിന്റെ കയ്യിൽ ഒരു കൊടയെ കർത്താവ് തരാൻ വേണ്ടി പോകുക. നിന്റെ കയ്യിൽ കർത്താവ് ഒരു കൊടയെ തരാൻ വേണ്ടി പോവാ. അതൊരു മഹത്വത്തിന്റെ കൊടയായിരിക്കും. ഓ കം ഓൺ. അതൊരു മഹത്വത്തിന്റെ കൊടയായിരിക്കും. അതൊരു മഹത്വത്തിന്റെ കൊടയായിരിക്കും. ലോകരാജ്യങ്ങൾ ആ കൊടയ്ക്ക് കീഴിൽ അണിനിരക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു. നോക്കി നിൽക്കരുത്, വായു തുറന്ന് ആരാധിക്കാം. അങ്കിളുമാരെ, ആന്റിമാരെ, മക്കളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഈ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ കണക്ഷൻ. ഈ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ കണക്ഷൻ. ഈ ജനറൽ കൺവെൻഷൻ കഴിയുമ്പോൾ കരുതലിന്റെ കണക്ഷൻ വെളിപ്പെടാൻ പോവാ. യോസഫ് കലവറ തുറന്നപ്പോ മിത്രരാജ്യങ്ങൾ കടന്നു വന്നു. ഇന്ന് രാത്രി ആരോടെ കർത്താവ് പറയുന്നു, നിന്റെ ശത്രുക്കൾക്ക് പോലും നിന്റെ അഭിഷേകം ഒരു അനുഗ്രഹമായിരിക്കും. കേട്ടോ, നിന്നെ വിമർശിച്ചവർക്ക് പോലും, നിന്നെ തടഞ്ഞവർക്ക് പോലും, നിന്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തവർ പോലും, നിനക്കതൊരു പ്രശ്നം ഉണ്ടാക്കിയവർക്ക് പോലും ഇന്ന് രാത്രി മുതൽ നിന്റെ കൊട വലിപ്പത്തിലായിരിക്കും. എന്റെ നോട്ട് പോയി, കാറ്റ് വീശുന്നു. ആ പേപ്പർ പോയി. കാരണം ആത്മാവിന്റെ കാറ്റ് വീശുകയാണ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് മുഴുവൻ ആത്മാവിന്റെ കാറ്റിലാണ്. അനുഭവിക്കുന്നവർ കരങ്ങളെ അടിച്ചാരാധിച്ചേ. അതിനിടയ്ക്ക് യോസേഫ് വിവാഹം കഴിഞ്ഞു. 2 പിള്ളേരുണ്ടായി. ഇമ്മാനുവേലിന് 2 പിള്ളേരുണ്ടായി. മൂത്തവന്റെ പേര് മനശ്ശെ, രണ്ടാമത്തവന്റെ പേര് മൈക്കിലൂടെ പറഞ്ഞു. മൂത്തവന്റെ പേര് മനശ്ശെ. മക്കളെ, മനശ്ശെ എന്ന വാക്കിനർത്ഥം എന്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. എന്റെ സങ്കടകാലം മുഴുവൻ ഞാൻ പലരും മറന്നിട്ടില്ല. 1ാം ക്ലാസ്സിൽ പെൻസിൽ ഒടിച്ചത് മറന്നിട്ടില്ല. 2ാം ക്ലാസ്സിൽ പേന മോട്ടിച്ചെടുത്തത് മറന്നിട്ടില്ല. അപ്പുറത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. സ്തോത്രം. അവിടുത്തെ ബുക്ക് പേപ്പർ വലിച്ചു കീറിയ മറന്നിട്ടില്ല. എന്നാൽ യോസേഫ് പറഞ്ഞു, ഞാൻ മറന്നു. എന്താടാ യോസേഫ് മറന്നത്? എങ്ങനെ മറക്കാൻ പറ്റുന്നേ? അത് ആദ്യം ഞാൻ ക്ഷമിച്ചപ്പോ പിന്നെ മറക്കാൻ വളരെ എളുപ്പമായിരുന്നു. പലരെയും പ്ലെയിൻ പൊങ്ങാത്തത് അകത്ത് ഒത്തിരി ആവശ്യമില്ലാതെ ലോഡ് കൂടിയിരിക്കുന്നത് കൊണ്ട് ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറന്നിട്ടില്ല. ആ അങ്കിള് പറഞ്ഞത്, ആ മാമന്റെ മോൻ പറഞ്ഞത്, മാമന്റെ മോള് കാട്ടിയത്, ആ കുടുംബക്കാര് ചെയ്തത്, ആ സഭക്കാര് ചെയ്തത് മറന്നിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി അത് മുഴുവൻ ഞാൻ കളയുമെന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തിയാട്ടെ. നമുക്കും ഇന്ന് രാത്രി ഒരു വിടുതൽ ആവശ്യം. സുരേഷ് ബാബു ഉൾപ്പെടെ എല്ലാവർക്കും ഇന്ന് രാത്രി അതെല്ലാം ഞാൻ കളയുകയാണ്. എന്റെ ഇന്നലകൾ മുഴുവൻ ഞാൻ കളയുകയാണ്. എന്റെ ഹിസ്റ്ററിയെ മുഴുവൻ ഞാൻ അതേ റാഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം എന്റെ മുൻപിൽ ഒരു ഡെസ്റ്റിനി ഉണ്ട്, എനിക്കൊരു ഭാവിയുണ്ട്. എന്റെ ഭാവി നന്നാകാൻ എന്റെ ഇന്നലെ വരെയുള്ള സകലത്തെ ഞാൻ കളയുകയാണ്. രണ്ട് മക്കളുണ്ടായി. യോസേഫ് പ്രധാനമന്ത്രിയായി നിന്ന് ചെത്തുമ്പോ, യോസേഫ് കലവറകളൊക്കെ തുറന്ന് പ്രധാനമന്ത്രിയെ നിന്ന് ചെത്തുമ്പോ, സാറിന് കുറച്ച് ഗസ്റ്റ് വന്നിരിക്കുന്നു. സാറിന് ഒരു ഗസ്റ്റ് വന്നിരിക്കുന്നു. എവിടെന്നാ? അമേരിക്കയിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്നല്ല സാറേ, കനാൻ ദേശത്തുനിന്ന് കുറച്ച് ഗസ്റ്റ്. കനാൻ ദേശത്ത് നിന്ന് ഗസ്റ്റ് വന്നിരിക്കുന്നു. ഞാൻ വന്നത് കനാനിൽ നിന്നാ. പക്ഷെ വന്ന വഴിക്ക് ഒരു പൊട്ടക്കിണറും ഒരു അടിമച്ചന്തയും ഒരു മാഡവും ഒരു കാരാഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്നത് കനാനിൽ നിന്ന്. ഒരു കാര്യം ചെയ്യും, ബാക്കിയുള്ള എല്ലാവരും മാറ്റി നിർത്തും, അവർക്ക് നാളെ കാണാം. ആ കനാനിൽ നിന്ന് വന്നവർ ആദ്യം പോരട്ടെ എന്ന് പറഞ്ഞപ്പോ വസ്ത്രം ഊരിയവനും കുഴിയിൽ തള്ളിയവനും
അങ്ങനെ വിറ്റ് കാശാക്കിയവനാണ്. യോസഫിന് മുമ്പിൽ നിന്ന് ഇന്ന് രാത്രി എൻ്റെ തകർന്ന ഹൃദയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ തലയിൽ നിന്നല്ല. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ലിറ്ററലി നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി മുതൽ ഇത് സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. ആരൊക്കെയാണോ നിന്നെ അവഹേളിച്ചത്, ആരൊക്കെയാണോ നിന്നെ തകർത്തത്, ആരൊക്കെയാണോ നിന്നെ ഉപേക്ഷിച്ചത്, ആരൊക്കെയാണോ നിന്നെ തള്ളിക്കളഞ്ഞത്, അവിടെ ചാക്കും വയറും നിറയ്ക്കാൻ, അവിടെ ചാക്കും വയറും നിറപ്പാൻ ആരൊക്കെയാണോ നിന്നെ കരയിപ്പിച്ചത്, അവരുടെ ചാക്കും അവിടെ വയറും നിറയ്ക്കാൻ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ പോകുന്നു. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയുന്ന അതേ കർത്താവ് എന്റെ ലൈഫിൽ അത് ചെയ്യണമേ. 5 മിനിറ്റ് ഞാൻ എടുക്കത്തുള്ളൂ. 5 മിനിറ്റ് ഈ കൈ ഉയർത്തി എല്ലാവരും മുന്നിൽ വന്നാണ്. സർവത്തിൽ എത്രത്തോളം മുന്നിലേക്ക് വരാം, എത്രത്തോളം മുന്നിലേക്ക് എല്ലാവരും ചേർന്ന് മകളെ എണ്ണമില്ലാതെ ചോരിഞ്ഞു മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തിയാട്ടെ, കരങ്ങൾ ഉയർത്തിയാട്ടെ. നിർബന്ധമായി കണ്ണുകൾ അടച്ച് ദൈവത്തോട് സംസാരിക്കും. നിർബന്ധമായി കണ്ണുകൾ അടച്ച് ദൈവത്തോട് സംസാരിക്കും. നിർബന്ധമായി കണ്ണുകൾ അടച്ച് ദൈവത്തോട് സംസാരിക്കും. ഇത് ഒത്തിരി കണ്ണുനീർ തുടച്ച കരങ്ങളാണ്. ഇത് ഒത്തിരി കണ്ണുനീർ തുടച്ച കരങ്ങളാണ്. ഇത് ഒത്തിരി കണ്ണുനീർ തുടച്ച കരങ്ങളാണ്. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, കലവറയുടെ താക്കോലുകൾ ഈ കയ്യിൽ ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നു. കലവറയുടെ താക്കോൽ ഞാൻ ഈ കൈകളിൽ ഏൽപ്പിക്കാൻ പോകുന്നു. പക്ഷെ അതിന് മുൻപായി ക്ഷമിക്കേണ്ട ചിലരോട് നിനക്ക് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. വിട്ടുകളാ. അവർ വേണമെന്ന് വെച്ച് നിന്നെ തൊലച്ചു. അവർ വേണമെന്ന് വെച്ച് നിനക്കെതിരെ അപവാദം പറഞ്ഞു. അവർ വേണമെന്ന് വെച്ച് നിന്നെ പിന്നിൽ നിന്ന് കുത്തി. അവർ വേണമെന്ന് വെച്ച് പിന്നിൽ നിന്ന് കുത്തി. പക്ഷെ നീ അവരെക്കാൾ മുന്നിലായതുകൊണ്ട്, അവർ നിന്നെക്കാൾ ബഹുദൂരം മുന്നിലായതുകൊണ്ടാണ് അവർ പിന്നിൽ നിന്ന് കുത്തിയത്. നീ വീണ്ടും മുന്നേറാൻ പോകുന്നു. നീ വീണ്ടും മുന്നേറാൻ പോകുന്നു. നീ വീണ്ടും മുന്നേറാൻ പോകുന്നു. സഹോദരന്മാരെ, നീ വീണ്ടും മുന്നേറാൻ പോകുന്നു. സഹോദരന്മാരെ, നീ വീണ്ടും മുന്നേറാൻ പോകുന്നു. Come on, ശക്തിയാ. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുകയാണ്. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു.
അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. വേണമെന്ന് വെച്ച് നിന്നെ കുഴിയിൽ തള്ളിയിട്ടു, വേണമെന്ന് വെച്ച് നിന്റെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചു, വേണമെന്ന് വെച്ച് നിന്റെ വസ്ത്രം ഊരിയതുപോലെ നിന്നെ നാണം കെടുത്തി, വേണമെന്ന് വെച്ച് അവർ നിന്നെ പരിഹസിച്ചു, വേണമെന്ന് വെച്ച് നിനക്കെതിരെ അപവാദം പറഞ്ഞു, വേണമെന്ന് വെച്ച് നിന്റെ കൃപാവരം പോയി, ശുശ്രൂഷ പോയി, നിന്റെ അഭിഷേകം പോയി, ശുശ്രൂഷ പോയി, നീ മരിച്ചുപോയി എന്ന് വേണമെന്ന് വെച്ച് പ്രശ്നം പറഞ്ഞു. പക്ഷെ എന്റെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഇല്ല, സ്വപ്നക്കാരൻ മരിച്ചിട്ടില്ല, സ്വപ്നക്കാരൻ മരിച്ചിട്ടില്ല, സ്വപ്നത്തിന് മരണമില്ല. അതുകൊണ്ട് സ്വപ്നക്കാരി മരിച്ചിട്ടില്ല, സ്വപ്നക്കാരി മരിച്ചിട്ടില്ല. സ്വർഗം തെളിയിക്കും, സ്വപ്നക്കാരൻ മരിച്ചിട്ടില്ല, സ്വപ്നക്കാരൻ മരിച്ചിട്ടില്ല, സ്വപ്നക്കാരി മരിച്ചിട്ടില്ല. കരയേണ്ടവർ കരഞ്ഞ്, നിലവിളിക്കേണ്ടവർ നിലവിളിച്ച്, ആരാധിക്കേണ്ടവർ ആരാധിച്ച്. സ്വപ്നങ്ങൾ ഉയർക്കുന്നു, ആഗ്രഹങ്ങൾ വീണ്ടും ഉയർക്കുന്നു, ദർശനങ്ങൾ വീണ്ടും ഉയർക്കുന്നു. Resurrection and life, resurrection and life, resurrection and life. അപ്പിന്റെ നിൽക്കുന്നവർ കരങ്ങൾ അടിച്ചാരാധിക്കും. Resurrection and life, resurrection and life. എവിടെ നീ തീർന്നെന്ന് പറഞ്ഞു, അവിടെ നീ ഇന്ന് രാത്രി നിനക്കൊരു ആരംഭം, 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 ആരംഭം. നീ തീർന്നു എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നീ അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്റെ ശുശ്രൂഷ നിന്നുപോയി എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്റെ ദർശനം ചത്തുപോയി എന്ന് പറഞ്ഞവരുടെ നടുവിൽ, നിന്റെ അഭിഷേകം പോയി എന്ന് പറഞ്ഞ സഭകളെ മുന്നിൽ നാട്ടുകാരനെങ്കിൽ ഇന്ന് രാത്രി പുതിയൊരു കയ്യടി, പുതിയൊരു കയ്യടി, പുതിയൊരു നൃത്തം, പുതിയൊരു താളം, പുതിയൊരു താളം, പുതിയൊരു താളം, പുതിയൊരു ഓളം, പുതിയൊരു വീര്, പുതിയൊരു ശക്തി പ്രാപിച്ചോട്ടെ. മക്കളെ, നീ നോട്ടീസ് അടിക്കണ്ട, നീ പോസ്റ്റ് ഉണ്ടാക്കണ്ട, നീ നിന്റെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് നിന്റെ കലവറ നിറച്ചാൽ മതി. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നിന്ന് നിന്റെ കലവറ നിറയ്ക്ക. ഇത് രാത്രി ഇമ്മാനുവൽ ഉൾപ്പെടെയുള്ളവർ നോക്കി പറയട്ടെ, 100 കണക്കിന് ഗാനങ്ങൾ എഴുതുക. ആരെയോ ദൈവം ഇന്ന് രാത്രി തിരഞ്ഞെടുക്കുന്ന 100 കണക്കിന് ഗാനങ്ങൾ എഴുതുമോ. കലവറകൾ നിറയട്ടെ, കലവറകൾ നിറയട്ടെ, കലവറകൾ നിറയട്ടെ. യെസ് 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 യെസ്. നീ തീർന്നുവെന്ന് പറയുന്നവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞവർ, അവർ വരുന്നുണ്ട്, അവർ വരുന്നുണ്ട്. അവർ നിറയുന്നത്, അവിടെ വയർ നിറയുന്നത് മരിച്ചുപോയ റെയ്നാർഡ് ബോങ്കയുടെ അഭിഷേകം കൊണ്ടല്ല, ജീവിച്ചിരിക്കുന്ന ബെന്നിഹിന്റെ അഭിഷേകം കൊണ്ടല്ല. ദൈവം നീതിയുള്ളവനായതുകൊണ്ട് ദൈവം നിന്നെ നോക്കി പറയുന്നു, യോസഫേ, നിനക്കെതിരെ തിന്മ പണിതവരെ തിരിച്ച് നന്മ കൊടുക്കുവാൻ ഞാൻ നിനക്ക് അവസരം തരും. നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല. നിനക്ക് തിന്മ തന്നവർക്ക് തിരികെ നന്മ കൊടുക്കാൻ ഞാൻ നിനക്ക് അവസരം തരാം, ഞാൻ നിനക്ക് അവസരം. ഇന്ന് രാത്രി ഞാൻ നിർത്തി. ഈ ദൂത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ട്യൂമറുകൾ പ്രത്യക്ഷമാകുകയാണ്, ക്യാൻസറുകൾ മറയുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ കയ്പും പുറത്തു പോകുമ്പോൾ BP നോർമലാകുകയാണ്. ഇന്ന് രാത്രി ബ്ലഡ് പ്രഷർ നോർമലാകുകയാണ്. ഇന്ന് രാത്രി എല്ലാ ഹൃദയ രോഗങ്ങളും ഇറങ്ങിപ്പോകുകയാണ്. ഇന്ന് രാത്രി ആന്തരിക അവയവങ്ങളുടെ മേലുള്ള സകല രോഗക്കെട്ടുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുകയാണ്. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾക്ക് എവിടെയാണോ രോഗം, എവിടെയാണോ ബലഹീനത, എവിടെയാണോ വേദന, ആ സ്ഥലങ്ങളിൽ കരങ്ങൾ വെച്ചാണ്
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ, ഇന്ന് രാത്രി ഈ ജനം അനുഭവിക്കുന്ന സകല ബലഹീനതകളെ, രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സകല ബലഹീനതകൾ, രോഗങ്ങൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ ജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. എല്ലാ രോഗക്കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബലഹീനതകൾ അഴിയട്ടെ, എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ വേദനകളും നീങ്ങട്ടെ, എല്ലാ അസ്വസ്ഥതകളും നീങ്ങട്ടെ. നാഡീ ഞരമ്പുകളില്, മജ്ജയില്, മാംസത്തില്, ത്വക്കില്, രക്തത്തില്, ഉച്ചം തല മുതൽ പാദം വരെ ദൈവത്തിന്റെ അത്ഭുതകരമായ സൗഖ്യശക്തി, അത്ഭുതകരമായ സൗഖ്യശക്തിയെ ഈ ജനത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനാണ് നന്ദി. രണ്ട് കരങ്ങൾ നന്നായി ഉയർന്നിരിക്കട്ടെ. ഞാൻ നിർത്തി നിർബന്ധമായി കണ്ണുകൾ അടച്ച കരങ്ങൾ ഉയർത്തിയാണ്. നന്മ ചെയ്യുന്ന കരങ്ങൾ, ആരൊക്കെ നിനക്ക് തിന്മ ചെയ്താലും നന്മ ചെയ്യുന്ന കരങ്ങൾ, ആ ഉയർത്തിയ കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച്, സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് ആരും കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കി ആ ഉയർത്തിയ കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച്, ആ ഉയർത്തിയ കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് ആരും കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കുക. ആരോടും പറവാൻ കഴിയാത്തത് കർത്താവിനോട് പറ. ആ മകൻ നിന്നെ കരയിപ്പിച്ചോ, ആ കുടുംബാംഗങ്ങൾ നിന്നെ കരയിപ്പിച്ചോ, മറ്റുള്ളവർ നിന്നെ മുറിവേൽപ്പിച്ചോ, അവർക്കെല്ലാവർക്കും നീ ഒരു അനുഗ്രഹം. നിന്റെ വീടൊരു കലവറയാ, നിന്റെ വീടൊരു കലവറയാ. ക്ഷമിക്കുന്ന നിന്റെ വീടൊരു കലവറയാ. ക്ഷമിക്കുന്ന വീട് നിന്റെ കലവറയാ. യെസ്, നിന്റെ വീടൊരു കലവറയാ. ആ ഭാരമിന് വേണ്ട, ആ കയ്പിന് വേണ്ട. ആ അങ്കിളിനോട് ക്ഷമിക്കുക, ആന്റിയോട് ക്ഷമിക്കുക, ആ ബന്ധുക്കളോട് ക്ഷമിക്കുക, അയൽവാസിയോട് ക്ഷമിക്കുക, ആ സഭക്കാരോട് ക്ഷമിക്കുക, ആ വിശ്വാസികളോട് ക്ഷമിക്കുക, ആ ദൈവദാസന്മാരോട് ക്ഷമിക്കുക. ആരും മിണ്ടുന്നില്ല. മനഃപൂർവ്വം ക്ഷമിക്കുക, മനഃപൂർവ്വം ക്ഷമിക്കുക, മനഃപൂർവ്വം ക്ഷമിക്കുന്നു, മറക്കുന്നു, ക്ഷമിക്കുന്നു, മറക്കുന്നു. കമോൺ, എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരു മിനിറ്റ്, അവസാന മിനിറ്റ്. കമോൺ, ക്ഷമിക്കുന്നു, മറക്കുന്നു. പറ 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 പറ. ആരോട് ക്ഷമിക്കുന്നതെന്ന് വാ തുറന്ന് പറ. ആരോടാ ക്ഷമിക്കുന്നതെന്ന് ശബ്ദം ഉയർത്തി പറ. ആരോടാ ക്ഷമിക്കുന്നതെന്ന് ശബ്ദം ഉയർത്തി പറ. ഒന്നാം ക്ലാസ് മുതൽ പോരട്ടെ. ആരോടാ ക്ഷമിക്കുന്ന പറ. സ്റ്റോർ ഹൗസ്. ആരാ ഇതിന് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന് പേരിട്ടത്? ഭയങ്കര വെളിപ്പാടാ. സ്റ്റോർ ഹൗസ്, ഇന്റർനാഷണൽ സ്റ്റോർ ഹൗസ്, ഇന്റർനാഷണൽ സ്റ്റോർ ഹൗസ്, സ്റ്റോർ ഹൗസ്. കലവറ, ഈ കാലഘട്ടത്തിന്റെ കലവറ, ഈ കാലഘട്ടത്തിന്റെ കലവറ. എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടത്? നാളെ ആരും ഒറ്റക്ക് വരരുത്. 10 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വരിക. കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. താങ്ക് യു.